യെസ്, ഓർഡർ. ഗവൺമെൻറ് പ്രമേയം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങേക്ക് പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്. സർ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ 2019 അവസാനിച്ച സാമ്പത്തിക വർഷത്തെ സ്റ്റേറ്റ് ഫൈനാൻസ് ഓഡിറ്റ് റിപ്പോർട്ട് 2021 ജനുവരി 19 ഈ സഭയുടെ മേശപ്പുറത്ത് വെക്കുകയുണ്ടായി. സർ, പ്രമേയം ആകെ വായിക്കേണ്ടതില്ല, എല്ലാവർക്കും കൊടുത്തതല്ലേ, വായിക്കണം. വേണമെന്നില്ല. സർ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് സാധാരണഗതിയിൽ ഭരണഘടനാപരമായ ചുമതല നിർവഹണത്തിൻ്റെ ഭാഗമാണ്. സർക്കാർ ചെയ്തല്ലോ. കിട്ടിയില്ലെങ്കിൽ വായിക്കാൻ എന്നാ വായിച്ചോ. സർക്കാർ ചെയ്തല്ലോ. സർ, ഇതിൽ നേരത്തെ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല. CNAG കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ചെലവുകളുടെയും വരുമാനത്തിൻ്റെയും ഓഡിറ്റ് നടത്തുന്ന ഭരണഘടനാ സ്ഥാപനമാണ്. ഈ ഓഡിറ്റ് നടത്തുന്നതിന് നിയമവും കീഴ്വഴക്കവും ചട്ടവും നിലവിലുണ്ട്. കാലങ്ങളായി നിലവിലുള്ള നടപടിക്രമങ്ങൾ ബോധപൂർവം മറികടന്നാൽ എന്താണ് ഉണ്ടാവുക? സർ, ഇവിടെ CNAGയുടെ നിയതമായ മാനദണ്ഡങ്ങൾ ലംഘിച്ചതായാണ് കാണുന്നത്. CNAG ഓഡിറ്റ് നടത്തുമ്പോൾ കരട് റിപ്പോർട്ട് ബന്ധപ്പെട്ട വകുപ്പിന് നൽകുകയും അവരുടെ അഭിപ്രായങ്ങൾ തേടുകയും ചെയ്യുന്ന രീതിയുണ്ട്. അതിനുശേഷം ഈ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചാണ് അന്തിമ റിപ്പോർട്ട് ഭരണഘടനാ സ്ഥാപനമായ CNAGയുടെ ഒപ്പോടുകൂടി നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കുന്നത്. ഇത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് പോവുകയും കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യുന്നു. സർ, ഇവിടെ കരട് റിപ്പോർട്ടിൽ ഇല്ലാത്ത ചില ഭാഗങ്ങൾ അന്തിമ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ബന്ധപ്പെട്ട വകുപ്പിന് സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം തീരുമാനിക്കുന്നതിന് മുൻപ് ബാധിക്കപ്പെടുന്ന ആളിൻ്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ഭാഗം കൂടി കേൾക്കണമെന്നാണ് സ്വാഭാവിക നീതി അഥവാ നാച്ചുറൽ ജസ്റ്റിസിൻ്റെ പ്രാഥമിക തത്വം. സർ, ഇത് ലംഘിക്കപ്പെട്ടതിനാൽ CNAG റിപ്പോർട്ടിൻ്റെ അടിത്തറ തന്നെ ഇളകിയിരിക്കുകയാണ്. ഈ തെറ്റായ കീഴ്വഴക്കം അംഗീകരിച്ചു പോയാൽ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും തമ്മിൽ നിലവിലുള്ള ചെക്സ് ആൻഡ് ബാലൻസസ് ആണ് അട്ടിമറിക്കപ്പെടുന്നത്. സർ, ഇതിന് കൂട്ടുനിന്നു എന്ന അപഖ്യാതി ഈ സഭയ്ക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ പ്രമേയം കൊണ്ടുവരാനിടയായത്. ഇത് അംഗീകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്. പ്രമേയത്തെ പിന്താങ്ങേണ്ടതാണ്. ചർച്ചയുണ്ട്. ചർച്ച ആദ്യം അങ്ങാണോ? ഈ പ്രമേയത്തിൽ പറയുന്ന ആദ്യ ഭാഗങ്ങളെല്ലാം ഇന്നലെയും മിനിയാന്നുമായി സഭ ചർച്ച ചെയ്തതാണ്. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇതിൻ്റെ അവസാന ഭാഗത്തിൽ ഈ സാഹചര്യത്തിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ 2019 അവസാനിച്ച സാമ്പത്തിക വർഷത്തിലെ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ടിലെ പേജ് 41 മുതൽ 43 വരെയുള്ള കിഫ്ബി സംബന്ധിച്ച പരാമർശങ്ങളും എക്സിക്യൂട്ടീവ് സമ്മറിയിൽ ഇത് സംബന്ധിച്ച രേഖപ്പെടുത്തലുകളും ഈ സഭ നിരാകരിക്കുന്നു എന്നുള്ള വിചിത്രമായ ഒരു കാര്യമാണ് ഈ പ്രമേയത്തിൽ വന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദ ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി? ഈ ലെജിസ്ലേച്ചറിന് എന്ത് അധികാരമാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ട് ഗവർണർക്ക് വേണ്ടി ഈ സഭയിൽ സമർപ്പിക്കണമെന്നുള്ള ഭരണഘടനാപരമായ ഒരു പ്രൊവിഷൻ അനുസരിച്ചാണ് ഈ CNAG റിപ്പോർട്ട് നമ്മുടെ സഭയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ആ CNAG റിപ്പോർട്ടിലെ പ്രത്യേകമായ ഖണ്ഡികകൾ നിരാകരിക്കണം എന്ന് പറയാനുള്ള അധികാരം ഈ നിയമസഭയ്ക്കില്ല എന്ന് ഞാൻ പ്രത്യേകമായി വിനീതമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാർ, നമ്മുടെ ഭരണഘടനയിൽ ഒരിടത്തും അങ്ങനെ ഒരു അധികാരമില്ല.
കാരണം ഇതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് CAG റിപ്പോർട്ട് സഭയിൽ വെച്ച് കഴിഞ്ഞാൽ അത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് പോകണം. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഈ പരാമർശങ്ങളെ സംബന്ധിച്ച്, നിരീക്ഷണങ്ങളെ സംബന്ധിച്ച്, ഓഡിറ്റ് പാരയെ സംബന്ധിച്ച് അതാത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക്, കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് കത്തുകൾ എഴുതും. എന്നിട്ട് ഗവൺമെൻറ് സൈഡിലുള്ള മറുപടി കേൾക്കും. ആവശ്യമെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ, സെക്രട്ടറിമാരെ വിളിച്ചു വരുത്തി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ, നമ്മുടെ നിയമസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് PAC ആണ് ഇത് ഡിസ്പോസ് ചെയ്യേണ്ടത്. ആ PACക്ക് ഉള്ള അധികാരം, ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായി PACക്കുള്ള അധികാരം സഭയ്ക്ക് മൊത്തമായി ഒരു നടപടിയും കൂടാതെ ഈ CAG റിപ്പോർട്ട് നിരാകരിക്കാനുള്ള ഒരു അധികാരവുമില്ല. വേണമെങ്കിൽ നിയമസഭയുടെ മിനിയേച്ചറാണ് PAC എന്ന് നമുക്ക് വാദിക്കാം. പക്ഷേ PACയുടെ പ്രൊസീജിയറിൻ്റെ അവസാനം PAC രണ്ട് ഭാഗങ്ങളും കേട്ട്, ഗവൺമെൻറ്റിൻ്റെ ഭാഗവും CAGയുടെ ഭാഗവും കേട്ടതിന് ശേഷമാണ് PAC ഈ നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ഓഡിറ്റ് പാര ഡ്രോപ്പ് ചെയ്യണോ വേണമോ എന്ന് തീരുമാനിക്കേണ്ടത്. ഇത് യാതൊരു നടപടിക്രമങ്ങളും കൂടാതെ ഈ നിയമസഭയുടെ മിനിയേച്ചർ തന്നെയായ, ഈ നിയമസഭ അംഗീകരിച്ച നമ്മുടെ റൂൾസ് ആൻഡ് പ്രൊസീജിയറിലുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ആ പ്രൊസീജിയർ ഒന്നും പാലിക്കാതെ എന്താണ് CAGക്ക് പറയാനുള്ളത്, എന്താണ് സർക്കാരിന് പറയാനുള്ളത് എന്ന് ഇരുവശങ്ങളും കേട്ടതിന് ശേഷം മാത്രം ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു കാര്യം വളരെ വിചിത്രമായി, യാതൊരു പ്രീസിഡന്റും ഇല്ലാത്ത ഒരു കാര്യം, ഒരു പ്രീസിഡന്റും ഇല്ലാത്ത ഒരു കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ ഭരണഘടനയിലോ നമ്മുടെ റൂൾസ് ഓഫ് പ്രൊസീജിയറിലോ അല്ല കീഴ്വഴക്കങ്ങളിലോ ഇത് മൂന്ന് കാര്യങ്ങളുമാണ് ഈ സഭ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭരണഘടനാപരമായ ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അത് പാലിക്കണം. ഭരണഘടനാപരമായ പ്രൊവിഷൻ ഇല്ലെങ്കിൽ ഏതെങ്കിലും നിയമങ്ങളിൽ അതുണ്ടാകണം. ആ നിയമങ്ങളിൽ അതില്ലെങ്കിൽ നമ്മുടെ റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ ഉണ്ടാകണം. റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ ഇല്ലെങ്കിൽ ഇവിടെ പ്രീസിഡന്റ് ഉണ്ടാകണം. ഈ നാല് കാര്യങ്ങളും ഇവിടെ ഉണ്ടായിട്ടില്ല. എന്നിട്ടും ഇങ്ങനെ ഒരു തീരുമാനം, വിചിത്രമായൊരു തീരുമാനമാണ് ഇത്. കോടതി വിധി, ഒരു കോടതിയുടെ വിധി ഉണ്ടായാൽ ആ കോടതി വിധി നിരാകരിക്കുന്നു എന്ന് നിയമസഭയ്ക്ക് പ്രമേയം പാസ്സാക്കാനുള്ള അധികാരമുണ്ടോ? ഇവിടെ അതിനു മുമ്പ് കോടതിക്കെതിരായിട്ടുള്ള പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. ഈ സഭയിലുള്ള ഫ്ലോറിലുള്ള ഭൂരിപക്ഷവും ദാർഷ്ട്യവും ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ഔദ്യോഗികമായ ഒരു റിപ്പോർട്ടിനെ, അതിനെക്കുറിച്ച് പരാതികളുണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസം സാറിവിടെ സൂചിപ്പിച്ചു. കാരണം ഇത് അവസാന വാക്കല്ല. CAGയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് അവസാന വാക്കല്ല. CAGയുടെ റിപ്പോർട്ടിലെ എല്ലാ നിരീക്ഷണങ്ങളും, എല്ലാ പാരാ ഒബ്സർവേഷനും അതുപോലെ PAC അംഗീകരിക്കില്ലല്ലോ. ഇവിടെ വിവിധ കാലങ്ങളിൽ PAC പ്രവർത്തിച്ചിട്ടുണ്ട്. ആ PAC വിശദമായ പരിശോധനകൾക്ക് ശേഷം പലപ്പോഴും 50%, 60% കാര്യങ്ങൾ സർക്കാരിൻ്റെ അഭിപ്രായം പറയുമ്പോൾ, സർക്കാർ ആ കാര്യത്തിലുള്ള ഒപ്പീനിയൻ രേഖപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ സർക്കാർ അതുവരെയുള്ള നടപടിക്രമങ്ങൾ PACക്ക് മുൻപാകെ ബോധിപ്പിക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗം ചിലപ്പോൾ ശരിയായിരിക്കും. അത് PAC ആണ് പരിശോധിക്കേണ്ടത്. അതൊരു നടപടിക്രമത്തിലൂടെയാണ് പരിശോധിക്കേണ്ടത്. അല്ലാതെ ഇതെങ്ങനെ ഡ്രോപ്പ് ചെയ്യാനുള്ള എന്ത് അധികാരമാണ് സാർ? അനാവശ്യമായ പ്രീസിഡന്റ് ഉണ്ടാക്കി ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കുന്ന രീതി ഇത് തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് നടക്കുന്നത്. പക്ഷെ ആ കേന്ദ്ര ഗവൺമെൻറ് പോലും ധൈര്യപ്പെട്ടിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചല്ലോ, ഇത് 2019 മാർച്ച് മാസത്തിൽ അവസാനിച്ച ഫിനാൻസ് ഓഡിറ്റ് റിപ്പോർട്ടാണ്. 2018 മാർച്ച് മാസത്തിൽ അവസാനിപ്പിച്ച CAG പാർലമെന്റിൽ വെച്ച റിപ്പോർട്ടിൽ ഇതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ മോദി ഗവൺമെന്റിനെ വിമർശിക്കുന്നുണ്ട്. മോദി ഗവൺമെന്റ് എടുത്ത ഓഫ് ബജറ്റ് ലോണിനെ കുറിച്ച് രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. സാർ, അതുമാത്രമല്ല അതിൽ പറയുന്നത്, പാർലമെന്റിൽ വെച്ച റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്? കേന്ദ്ര ഗവൺമെന്റ് ഈ ഓഡിറ്റിൽ ഈ അക്കൗണ്ട്സിൽ കണക്കാക്കേണ്ട ഈ ഓഫ് ബജറ്റ് ലോണുകൾ കാണിക്കാത്തത് കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ കാൽക്കുലേഷൻ, ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ധനക്കമ്മി കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നതിൽ ഗുരുതരമായ പിഴവുണ്ട്. റവന്യൂ കമ്മി കണക്കാക്കിയിരിക്കുന്നതിൽ ഗുരുതരമായ പിഴവുണ്ട്. കാരണം അക്കൗണ്ട്സ് കാണിച്ചിട്ടില്ല. പാർലമെന്റിൽ വെച്ച റിപ്പോർട്ടിൽ CAG മോഡി ഗവൺമെന്റിനെ, കേന്ദ്ര ഗവൺമെന്റിനെ രൂക്ഷമായി വിമർശിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ധനക്കമ്മിയും, കേന്ദ്ര ഗവൺമെന്റിന്റെ ധനക്കമ്മിയും കേന്ദ്ര ഗവൺമെന്റിന്റെ റവന്യൂ കമ്മിയും ശരിയായ രീതിയിലല്ല കാണിച്ചിരിക്കുന്നത്. 4 ആണ് അവർ ബഡ്ജറ്റിൽ കാണിച്ചിരിക്കുന്നത്. 6-ലധികം വരും, 6%-ലധികം വരും ധനക്കമ്മി. GDPയുടെ 6%-ലധികം വരും ധനക്കമ്മി. അതുപോലെ റവന്യൂ കമ്മിയുടെ കണക്കും ശരിയല്ല എന്ന് കേന്ദ്ര ഗവൺമെന്റിനെ രൂക്ഷമായി വിമർശിച്ചിട്ടും കേന്ദ്രത്തിൽ ഭരണഘടനാ വിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുന്ന, ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിലുള്ള ആ കേന്ദ്ര ഭരണകൂടം പോലും പാർലമെന്റിലെ മഹാഭൂരിപക്ഷം ഉപയോഗിച്ച്
അവർ പോലും ധൈര്യപ്പെടാത്തൊരു കാര്യമാണ്. അവരെന്താ ചെയ്തത്? അത് അവർ PSCക്ക് വിട്ടു. ഗവൺമെന്റിന്റെ അഭിപ്രായം കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു. സാർ, ആ കേന്ദ്ര ഗവൺമെന്റും പാർലമെന്റും പോലും ധൈര്യപ്പെടാത്ത ഒരു കാര്യമാണ്. അതിനേക്കാൾ സ്വേച്ഛാധിപത്യപരമായ ഒരു നിലപാടാണ് ഈ സഭയിലെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കാൻ, ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ ഇത്തരം നടപടികൾ സ്വീകരിക്കാൻ. ഈ പ്രമേയം അദ്ദേഹം ചെക്ക് ആൻഡ് ബാലൻസിനെ കുറിച്ച് പറഞ്ഞു. സാർ, നമ്മുടെ ഭരണഘടനയുടെ ചെക്ക് ആൻഡ് ബാലൻസ് മുഴുവൻ ഇല്ലാതാക്കുന്ന ഒരു പ്രമേയമാണിത്. സാർ, ഇത് എൻക്രോച്ച്മെന്റ് ആണ്. സാർ, ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണിത്. സാർ, ഇത് ജനാധിപത്യ സ്ഥാപനങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണ്. ഈ നിയമസഭയ്ക്ക് ഒരു പാരമ്പര്യമുണ്ട്. സാർ, ഈ നിയമസഭയ്ക്ക് ഒരു കഴിഞ്ഞ കാലമുണ്ട്. അത് വളരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പ്രമേയം പ്രസ് ചെയ്യരുത് എന്നാണ് എനിക്ക് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട ഈ നിയമസഭയുടെ പാരമ്പര്യത്തെ കാത്തുസൂക്ഷിക്കാൻ അതിന് ഉത്തരവാദിത്തമുള്ള ബഹുമാനപ്പെട്ട ചെയർ ഈ കാര്യത്തിൽ മുൻകൈയെടുത്ത് ഗവൺമെന്റിനോട് ഈ പ്രമേയത്തിൽ നിന്ന് പിന്മാറണം എന്ന് അഭ്യർത്ഥിക്കണം എന്നാണ് എന്റെ വിനീതമായ അപേക്ഷ. ജെയിംസ് മാത്യു. സർ, മുഖ്യമന്ത്രി അവതരിപ്പിച്ച എഴുതി തന്നില്ല പ്രമേയത്തെ ഞാൻ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്. സർ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സഭയിലും സഭയ്ക്ക് പുറത്തും നടന്ന ചർച്ചകൾ മറ്റൊരു തരത്തിൽ ഈ പ്രമേയത്തെ നിരാകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാന്യനായ അംഗം ശ്രീ VD സതീശൻ ഇവിടെ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം ചെയർമാനായിട്ടുള്ള PSCയിൽ ഞാനും അംഗമാണ്. സർ, ആ PSC യോഗത്തിൽ വരുമ്പോൾ ഇതിനേക്കാളെല്ലാം വളരെ കൃത്യമായി കാര്യങ്ങൾ പറയാൻ അദ്ദേഹം മികവ് കാണിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ആ മികവ് ഈ സഭാതലത്തിൽ പ്രകടിപ്പിക്കപ്പെടാതെ പോകുന്നത്? ഞാനൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ആ ചോദ്യം മറ്റൊന്നുമല്ല, ഇപ്പോഴദ്ദേഹം ആവർത്തിച്ചു. കേന്ദ്ര ഗവൺമെൻറ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് നടത്തിയപ്പോൾ C&AG കേന്ദ്ര ഗവൺമെൻറ്റിനെയും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ആ കേന്ദ്ര ഗവൺമെൻറ് അത് വയലേറ്റ് ചെയ്തില്ല. നിങ്ങളിപ്പോൾ അത് നിരാകരിക്കുന്നു. യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണയും ഇവിടെ നടന്ന ചർച്ചയിൽ കൃത്യമായി പറഞ്ഞു എന്താണ് ഓഫ് ബഡ്ജറ്റ് ബോറോവിങ്. യഥാർത്ഥത്തിൽ ഇത് ഓഫ് ബഡ്ജറ്റ് ബോറോവിങ് അല്ല എന്ന കാര്യം ബഹുമാന്യനായ VD സതീശന് അറിയാത്തതുകൊണ്ടല്ല. ഓഫ് ബഡ്ജറ്റ് ബോറോവിങ് ഏതൊക്കെ കാര്യത്തിലാണ് സെൻട്രൽ ഗവൺമെന്റ് എടുത്തതെന്ന് വളരെ കൃത്യമായി C&AG റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ പിന്നീട് കേന്ദ്ര ഗവൺമെന്റ് അവരുടെ നിലപാട് മാറ്റുകയും ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് നിലപാട് മാറ്റാൻ ബാധ്യസ്ഥമായ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് സംസ്ഥാനത്ത് ഓഫ് ബഡ്ജറ്റ് ബോറോവിംഗ് പെർസെൻറ്റേജിൽ അധികരിക്കാതിരിക്കുന്നതിന് കൂടി ഉതകുന്ന വിധത്തിൽ ഒരു ബോഡി കോർപ്പറേറ്റ് രൂപീകരിക്കാൻ ഇടയായതെന്ന് താങ്കൾക്കറിയാത്തതല്ല, സഭയ്ക്കറിയാത്തതല്ല, C&AGക്ക് അറിയാത്തതല്ല. പക്ഷെ സാധാരണ ജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഇത്തരം കാര്യങ്ങൾ ഒരു നിയമസഭയ്ക്കകത്ത് ചർച്ചയ്ക്ക് വിധേയമാക്കി ഇത്തരത്തിൽ ഒരു വഴിതിരിച്ചു വിടുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സർ, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്നാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രമാണം. യഥാർത്ഥത്തിൽ ഭരണഘടനാ സ്ഥാപനം തന്നെയാണ് C&AG. ആ C&AGയുടെ അടിസ്ഥാന പ്രമാണം എന്താ? സർക്കാരിൻ്റെ പണം നിലനിൽക്കുന്ന നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായി തന്നെ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ? അല്ല എങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയും തിരുത്തുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ഭാവിയിൽ ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള കരുതൽ സർക്കാർ സ്വീകരിക്കണമെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. നിങ്ങളിവിടെ പറയുന്നത് കേട്ടാൽ ഇത് NIA പോലെ ED പോലെ ഏതോ ഒരു ഏജൻസിയാണെന്നാ. അല്ല. എന്തിനാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലെ ഇത്തരത്തിൽ വിശേഷിപ്പിക്കുന്നത്, ഇത്തരത്തിൽ ചിത്രീകരിക്കുന്നത്? അടിസ്ഥാനരഹിതമായ ഒരു നിലപാടാണ് നിങ്ങൾ പറയുന്നത്. ഇതൊരു ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടറുടെ ജോലിയല്ല. ആരും കാണാത്ത ഒരു കുറ്റകൃത്യത്തിന്റെ ഉറവിടം കണ്ടുപിടിക്കാൻ നിയോഗിക്കപ്പെട്ട ആളൊന്നുമല്ല സുനിൽ രാജ്. ആ സുനിൽ രാജ് എന്ന് പറയുന്ന പറവൂരുകാരൻ ചെയ്ത പ്രവൃത്തി എന്താണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ ഗവൺമെന്റും ധനകാര്യ വകുപ്പ് മന്ത്രിയും ഇത്തരം ഒരു സമീപനം സ്വീകരിച്ചത്. ഞാൻ ഒരു കാര്യം പറയാണ്, അസാധാരണമായ സാഹചര്യത്തിൽ അസാധാരണമായ നിലപാടുണ്ടാവും. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നതമായ നീതിപീഠം സുപ്രീം കോടതി, ആ സുപ്രീം സർ, നമ്മുടെ തിരുവനന്തപുരത്ത് AG-ആയി സേവനമനുഷ്ഠിച്ചിരുന്ന ശ്രീ സുനിൽ രാജിനെ കുറിച്ച് പേര് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറവൂരുകാരനാണ് എന്നുള്ള അർത്ഥത്തിൽ
അതിനർത്ഥം ഞാനുമായിട്ട് വലിയ ആത്മബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ അത് വന്നിട്ടില്ല. ഉള്ള ഒരു പരാമർശം അല്ലല്ല. ഒരു സിയാന്റെ ഒരു AGയെ കുറിച്ച്, അഡ്വക്കേറ്റ് ഒരു അക്കൗണ്ടന്റ് ജനറലെ കുറിച്ച് അങ്ങനെ ഒരു പരാമർശം ഈ സഭയിൽ നടത്താൻ പാടില്ല. അന്ന് തന്നെ ധനകാര്യമന്ത്രി അത് സംസാരിച്ചപ്പോൾ ഞാനത് സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം അത് പിൻവലിച്ചു. കാരണം അദ്ദേഹത്തിന് അറിയാം അത് ചെയ്യുന്നതിൽ ഒരു ഇംപ്രോപ്പറേറ്റി ഉണ്ട്. തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ഇംപ്രോപ്പറേറ്റി ഉണ്ട്. നമ്മളൊരു AGയുടെ പേര് ഔദ്യോഗിക സ്ഥാനത്തിരുന്ന് അത് പ്രവർത്തിച്ച ഒരു AGയുടെ പേര് സഭയിൽ പിൻവലിച്ചു. അല്ല കാര്യം എല്ലാവരും അല്ല ബഹുമാന്യായ സതീശൻ, ഇത് നമുക്ക് കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാ. അല്ല ആയിക്കോട്ടെ, എവിടെയെങ്കിലും ആവട്ടെ. അപ്പോ സർ ഞാൻ പറയുന്നത് അസാധാരണമായ സാഹചര്യത്തിൽ അസാധാരണ നടപടികൾ ഉണ്ടാവും. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നതമായ സ്ഥാനം സുപ്രീം കോടതിയാണ്. ആ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെതിരെ ബഹുമാന്യായ സതീശൻ അങ്ങ് ഇത് കേൾക്കണം. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെതിരെ 4 ജസ്റ്റിസുമാർ പരസ്യമായി തെരുവിൽ വന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഈ നീതിന്യായ വ്യവസ്ഥ അപകടത്തിലാണ്, ഇത് രക്ഷിക്കാൻ ഇനി ഞങ്ങളെ കൊണ്ടാവില്ല. ഞങ്ങൾ 4 പേര് വിചാരിച്ചാൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഇന്നത്തെ കുത്തഴിഞ്ഞ ഈ പോക്കിനെ സംരക്ഷിക്കാനാവില്ല. അതുകൊണ്ട് ഞങ്ങൾക്കിത് ജനങ്ങളോട് തുറന്നു പറഞ്ഞേ സാധിക്കൂ. ഏതെങ്കിലും ചരിത്രത്തിൽ എവിടെയെങ്കിലും ഇത്തരം ഒരു അസാധാരണമായ സംഭവവികാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ, ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അതിനെതിരായിട്ട് ആ 4 സുപ്രീം കോടതി ജഡ്ജിമാർക്കെതിരായിട്ട് നടപടി ഉണ്ടായോ? അതിലൊരാൾ പിന്നീട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി. ഒരു നടപടി ഉണ്ടായില്ല. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെതിരെ നിയമപരമായി നടപടി സ്വീകരിക്കാൻ ഇംപീച്ച്മെന്റ് ഉണ്ട്, പാർലമെന്റിന്റെ അധികാരമുണ്ട്. എന്നാൽ അവർ കൊണ്ടുപോയി പാർലമെന്റിൽ പരാതി കൊടുത്ത് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലേ? അത് തന്നെയാണ് ഇവിടെ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ചെയ്തതിന് ഫലമുണ്ടായി. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടെ സർ ഇതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള അവസരം തരണം സർ. ഇത് 14ാമത് ചർച്ചയ്ക്ക് നമുക്ക് സമയമില്ല. മനസ്സിലായി. അംഗങ്ങൾ ഒരു 5 മിനിറ്റിൽ കൂടാതെ പറഞ്ഞാൽ അല്ല മനസ്സിലായി. ഇത് 14ാമത് നിയമസഭയുടെ അവസാനത്തെ ദിവസം അവസാനത്തെ സംസാരം. അങ്ങ് ഒരു കാരുണ്യം ദയവ് കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്റെ കാരുണ്യം കൊണ്ട് അർദ്ധരാത്രിയായി പിന്നെ വേദനിക്കരുത്. അല്ല ഇന്നലെ ഇരുന്നില്ല സർ, നമുക്കിരിക്കാം. കാരണം ഇവിടെ പരസ്പരം നമ്മൾ ഒരു അക്കാദമിക് ഇൻട്രസ്റ്റിലാണല്ലോ ഈ ചർച്ച നടത്തുന്നത്. സർ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ബഹുമാനായ സതീശനോട് തന്നെയാണ് ഞാൻ ഇതും പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങ് കേൾക്കണം. കിഫ്ബീസ് ബോറോയിങ് ഡു നോട്ട് ഹാവ് ലെജിസ്ലേറ്റീവ് അപ്രൂവൽ. സർ ലെജിസ്ലേറ്റീവ് അപ്രൂവൽ ഇല്ലാത്ത ബോറോവിംഗ് ആണ് കിഫ്ബി നടത്തിയത് എന്നൊരു വാചകം അങ്ങ് CAG റിപ്പോർട്ടിൽ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ബഹുമാന്യനായ VD സതീശൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശേഷം ആ പക്ഷത്തു നിന്ന് സംസാരിക്കുന്ന ആളുകൾ പറയണം, ഈ ബോറോവിങ്ങിന് ലെജിസ്ലേറ്റീവ് അപ്രൂവൽ ഇല്ലേ? നിയമസഭയുടെ നിയമപരമായ പിൻബലമില്ലേ? അംഗീകാരമില്ലേ? ഇതാണ് ചോദ്യം. സർ ഇവിടെ മസാല ബോണ്ട് അല്ല പ്രശ്നം. ഇവിടെ ബോറോയിങ് കപ്പാസിറ്റിക്ക് അപ്പുറം കടമെടുത്തു എന്നുള്ളതല്ല വിഷയം. CAG റിപ്പോർട്ടിനകത്ത് അടിസ്ഥാനരഹിതവും അബദ്ധജടിലവുമായ കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. എങ്ങനെ അത് അംഗീകരിക്കാൻ സാധിക്കും? ഈ നിയമസഭയ്ക്കകത്ത് നമ്മൾ ഇരുപക്ഷവും ഒരുമിച്ച് ചർച്ച ചെയ്ത് ഏകകണ്ഠമായി എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വാങ്ങിയ വായ്പ, അതിന് നിയമസഭയുടെ നിയമപരമായ യാതൊരു പിൻബലവുമില്ലെന്ന് ആരെഴുതി വച്ചാലും അത് അംഗീകരിച്ചു പോകാൻ ആർക്ക് സാധിക്കും? സർ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. എനിക്ക് ശേഷം മറ്റു സംസാരിക്കുന്ന ആളുകൾ പറയുമെന്നുള്ളത് കൊണ്ട് കൂടിയാണ്. ദയവായി അന്ന് പറഞ്ഞ കാര്യം, ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനുള്ള നിങ്ങളുടെ ശ്രമത്തിന് മുൻപിൽ തകർന്നു പോകുന്നത് ഒരു നാടാണ്, ജനങ്ങളാണ്. നിങ്ങളത് തിരിച്ചറിയണം. അത് നിങ്ങൾക്ക് ഇനിയും മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളെ ആർക്ക് പഠിപ്പിക്കാൻ സാധിക്കും? ഉറങ്ങുന്നവരെ സർ വിളിച്ചുണർത്താം, പക്ഷെ ഉറക്കം നടിക്കുന്നവരെ എങ്ങനെ വിളിച്ചുണർത്താൻ സാധിക്കും? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്നല്ല ഇനി ഏത് അതോറിറ്റിക്കും ഒരു അക്കാദമിക് ഇൻട്രസ്റ്റോട് കൂടി ഒരു ഡിബേറ്റിന് തയ്യാറാവ്. ധനകാര്യ വകുപ്പ് മന്ത്രിയല്ല, ഈ പക്ഷത്തു നിന്ന് ആര് വേണമെങ്കിലും നിങ്ങളുടെ ഡിബേറ്റിനോടൊപ്പം ചേരാം. കഴിഞ്ഞ ദിവസം സർ എന്നെ ഇതേ കാര്യത്തിന് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു ചാനൽ വിളിച്ചു. അവിടെ ഞാൻ പോയി. 4 പേര് എന്നെ 9 മിനിറ്റ് സംസാരിക്കാൻ അനുവദിച്ചു. 1 മണിക്കൂർ ചർച്ചയിൽ ബാക്കി 4 പേരും ചേർന്ന് ഗംഭീരമായി എന്നെ അറ്റാക്ക് ചെയ്തു. ഇറങ്ങി വരുമ്പോൾ സാധാരണഗതിയിൽ സംഭവിക്കുക, ആ ചാനലിൽ തന്നെ ലോകം കാണുന്ന വിധത്തിൽ പ്രതികരിച്ചു പോവുകയാണ്. പക്ഷെ ഞാൻ പ്രതികരിച്ചില്ല. ഇറങ്ങി വന്നപ്പോൾ ആങ്കർ ചെയ്ത ആളോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കൽ കൂടി താങ്കളോടൊപ്പം ഈ വൃഥാവ്യയത്തിന് ഞാൻ വരില്ല.
പക്ഷെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആ കാര്യം ഉൾപ്പെടെ ഇന്നിവിടെ പറയാനൊരു അവസരം ഉണ്ടായല്ലോ. നിങ്ങൾ കുറച്ച് പത്രക്കാരെയും ചാനലുകാരെയും കൂട്ടുപിടിച്ച് ഈ സഭയ്ക്ക് പുറത്ത് ഇതെല്ലാം അടിസ്ഥാനരഹിതമാണ്, അബദ്ധജടിലമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ശ്രമിക്കും ഈ സഭയ്ക്കകത്ത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കും. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. സർ, യാതൊരു സംശയവുമില്ലാതെ പറയട്ടെ, കാലവും ചരിത്രവും തെളിയിക്കും ആര് തെറ്റ് ആര് ശരിയെന്ന്. അതിനിടയിൽ നഷ്ടപ്പെടാതെ പോകണം നമ്മുടെ 60,000 കോടി രൂപയുടെ അടിസ്ഥാന വികസനം, അടിസ്ഥാന സൗകര്യ വികസനം എന്നുള്ളത് കൊണ്ടാണ് ഇത്രയേറെ ഞങ്ങൾ ഇക്കാര്യത്തിൽ ശഠിക്കുന്നത് എന്നുകൂടി മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രമേയത്തെ ഒരിക്കൽ കൂടി പിന്താങ്ങിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഞാൻ പറയുന്നത് എതിർക്കുകയാണ്. സാറുടെ ഇന്നലെയും ഇന്നുമായി ശ്രീ വി ഡി സതീശൻ എല്ലാ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു, എല്ലാ വശങ്ങളും. സാർ, ഈ പ്രമേയം അസാധാരണമാണ്, അനുചിതമാണ്, നിയമസഭയുടെ അന്തസ്സ് നിരക്കുന്നതല്ല. സാർ, CAG ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഈ പ്രമേയത്തിൻ്റെ ഒരു വാദഗതി കിഫ്ബിയുടേത് ഓഫ് ബജറ്റ് വായ്പകളാണെന്നും സർക്കാരിന്മേലുള്ള കണ്ടിജന്റ് ലയബിലിറ്റി അല്ല എന്നുമുള്ള CAGയുടെ നിഗമനം തെറ്റായതും കിഫ്ബിയുടെ അടിസ്ഥാന ധനകാര്യ മാതൃക വിശകലനം ചെയ്യാതെയും മനസ്സിലാക്കാതെയുള്ളതാണ് എന്ന് മാത്രമല്ല, CAGയുടെ നിർദ്ദേശങ്ങൾ സാധാരണ അക്കൗണ്ടിംഗ് തത്വങ്ങൾക്ക് അനുസൃതമല്ല. സാർ, എൻ്റെ ചോദ്യം, ഈ നിഗമനത്തിൽ കമ്മിറ്റി എത്തുന്നത് ഈ വിഷയം സംബന്ധിച്ചിടത്തോളം ലോ സെക്രട്ടറിയോടോ അല്ല AGയോടോ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടോ? കമ്മിറ്റിയുടെ കോമ്പിറ്റൻസിന് അപ്പുറത്താണിത്. ഈ ഒരു CAGയെ സംബന്ധിച്ച് പരാമർശം നടത്തുമ്പോൾ കമ്മിറ്റി ചെയ്യേണ്ടിയിരുന്നത് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ, ലീഗൽ ഇംപ്ലിക്കേഷൻ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലോ സെക്രട്ടറിയോടോ AGയോടോ അഭിപ്രായം ചോദിക്കേണ്ടതായിരുന്നു. അങ്ങനെ ചോദിക്കാതെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ FS നരിമാനിൽ നിന്ന് ലീഗൽ ഒപ്പീനിയൻ എടുത്തിട്ടുണ്ട്, റിപ്പോർട്ട് മേടിച്ചിട്ടുണ്ട്. എല്ലാ തലത്തിലും അതീവ ഗൗരവമായിട്ട് ഇനിയിപ്പം നിയമപരമായിട്ട് ഇക്കാര്യങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ആ രീതിയിൽ വിശദമായ പരിശോധന സർക്കാർ നടത്തി സർക്കാരിന് കിട്ടിയ നിയമോപദേശമാണ് ഈ പ്രമേയ രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത്. സാർ, എൻ്റെ ചോദ്യം അതല്ല, സർക്കാരിൻ്റെ കാര്യമല്ല, നിയമസഭാ കമ്മിറ്റിയുടെ നിഗമനമാണിത്. ആ കമ്മിറ്റി നിഗമനത്തിൽ എത്തുമ്പോൾ എൻ്റെ ചോദ്യം കമ്മിറ്റിയോടാണ്. കമ്മിറ്റി ഇക്കാര്യം സംബന്ധിച്ചിടത്തോളം ലോ സെക്രട്ടറിയോടോ AGയോടോ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കാതെ ഇങ്ങനെ നിഗമനത്തിൽ കമ്മിറ്റിക്ക് അധികാരമാണ് സാർ. ലോക സ്റ്റാൻഡിംഗ് എന്താണ്? ആ കമ്മിറ്റി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇറ്റ് ഈസ് ബിയോണ്ട് ദ പവേഴ്സ് ഓഫ് ദ കമ്മിറ്റി, നമ്പർ 1. സർ, നമ്പർ 2, സർക്കാരിനെ അറിയിക്കാതെയും സർക്കാരിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കാതെയും CAG തന്നെ പുറപ്പെടുവിച്ച ഓഡിറ്റ് റെഗുലേഷൻ ലംഘിച്ചുകൊണ്ടുമാണ് ഇത്തരമൊരു കൂടിച്ചേർക്കൽ നടത്തിയതെന്നും ഈ സഭ കാണുന്നു. സഭയുടെ നിയമമാണ്. കരട് റിപ്പോർട്ടിൽ ഇല്ലാത്ത പരാമർശനങ്ങൾ അന്തിമ റിപ്പോർട്ടിൽ വരുന്നത് സാമാന്യ നിഷേധമാണ്. സർ, ഇവിടെ ഈ സഭയിൽ ഹാജരാ അവകാശമില്ലാത്ത CAGയെ ഈ സഭ അദ്ദേഹത്തിന് ചോദ്യം ചെയ്യുകയാണ്. രണ്ടാമത്തെ ചോദ്യം, CAGയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ടോ? CAGയുടെ നടപടിക്രമം സംബന്ധിച്ച്, CAGയുടെ നിഗമനം സംബന്ധിച്ച് ഇവിടെ പറയുന്നത് എന്താണ്? സർക്കാരിൻ്റെ അഭിപ്രായം ചോദിച്ചില്ല, കരട് റിപ്പോർട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തി പറയുന്നു. ആ നിഗമനത്തിൽ എത്തുമ്പോൾ CAGയോട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ആ തീരുമാനം എടുത്തു എന്ന് ചോദിക്കാനുള്ള ബാധ്യത കമ്മിറ്റിക്കുണ്ടായിരുന്നു. ഈ രണ്ട് കാര്യത്തിലും കമ്മിറ്റിയുടെ സമീപനം രാഷ്ട്രീയ പ്രേരിതമാണ്. നിങ്ങൾക്കറിയാം, നിയമസഭാ കമ്മിറ്റി നിങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, ഞങ്ങൾക്ക് അംഗങ്ങൾ കുറവാണ്, വിയോജന സ്കോപ്പുള്ളൂ. പക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമസഭയുടെ പരിധി ലംഘിച്ചുകൊണ്ട്, കമ്മിറ്റിയുടെ അവകാശം ലംഘിച്ചുകൊണ്ട് ഒരു ഭരണഘടനാ സ്ഥാപനത്തെ അവഹേളിക്കുവാൻ ഈ സഭ കൂട്ടുനിൽക്കാൻ പാടില്ല. അതുകൊണ്ട് പ്രമേയം നിരാകരിക്കണം സാർ. ശ്രീമതി വീണ ജോർജ്. സർ, ബഹുമാന്യനായ മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തെ എതിർത്തുകൊണ്ട് ബഹുമാന്യനായ പറവൂർ അംഗവും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങളും ഇവിടെ നടത്തുന്ന പ്രസ്താവനകൾ വളരെ വിചിത്രമായി തോന്നുന്നു സർ.
ബഹുമാനനായ പറവൂർ മെമ്പർ ഇവിടെ ചോദിച്ചത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പ്രമേയം ഇവിടെ കൊണ്ടുവന്നത് എന്നുള്ളതാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഏത് ചട്ടത്തിന്റെയോ ഏത് ക്രമത്തിന്റെയോ അടിസ്ഥാനത്തിലാണ് CAG ഇങ്ങനെയുള്ള ഒരു പരാമർശം, അല്ലെങ്കിൽ ഈ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന പേജ് 41 മുതൽ 43 വരെയുള്ള ഈ പേജുകൾ ഇതിൽ ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ് സർ. ഈ പ്രമേയം വളരെ കൃത്യമായി ബഹുമാന്യരായ പ്രതിപക്ഷാംഗങ്ങൾ, ബഹുമാനായ പറവൂർ MLA ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ പ്രതിപക്ഷാംഗങ്ങൾ ഇത് ശ്രദ്ധിക്കണം. എന്താണ് ഇവിടെ എതിർക്കപ്പെട്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് എതിർക്കപ്പെടുന്നത്? ഇത് സംസ്ഥാനത്തിന്റെ അധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. CAG എന്നുള്ള ഭരണഘടനാ സ്ഥാപനത്തെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ ഗൂഢ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള BJPയുടെ തന്ത്രമാണ് ഈ പ്രമേയത്തിൽ. ശ്രദ്ധിക്കുക, ഈ സ്റ്റേറ്റ് ഫിനാൻസ് ഓഡിറ്റ് റിപ്പോർട്ട് 2019 മേൽ പരാമർശങ്ങൾ C&AG ഓഡിറ്റ് റെഗുലേഷൻ സാമാന്യ രീതിക്കും പ്രൊഫഷണൽ സമീപത്തിനും രാഷ്ട്രീയ നിഷ്പക്ഷതയ്ക്കും എതിരാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് സർ ഇത് തള്ളുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഏത് റെഗുലേഷൻ, ഏത് ചട്ടപ്രകാരമാണ് C&AG ഈ പരാമർശങ്ങൾ ഇതിനോട് ചേർത്തിട്ടുള്ളത് എന്നുള്ളതാണ്. റെഗുലേഷൻസ് ഓൺ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് 2007 അതനുസരിച്ചാണ് 2019 സാമ്പത്തിക വർഷത്തിൽ അവസാനിക്കുന്ന ഓഡിറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തയ്യാറാക്കേണ്ടത്. ആ ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടോ? ഇനി അത് പോകട്ടെ, അതിനുശേഷം വന്ന അമെൻമെന്റ്സും ഈ ചട്ടങ്ങൾ അല്ലെങ്കിൽ ഈ നടപടിക്രമങ്ങളിൽ കാര്യമായ വ്യത്യാസം കൊണ്ടുവന്നിട്ടില്ല. ആ നടപടിക്രമങ്ങളും പാലിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇവിടെ ഇതിന്റെ ഉള്ളടക്കം സംബന്ധിച്ച്, ഇതിന്റെ കണ്ടന്റ് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം വളരെ വിശദമായി സംസാരിച്ചിരുന്നു. ഇപ്പൊ 2007 റെഗുലേഷൻസ് ഓൺ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സിൽ പറയുന്നത് എന്താണ്? ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ ഏതെങ്കിലും ഒരു കാര്യം ഉൾപ്പെടുത്തുന്നതിന് മുൻപായി സർക്കാരിന്റെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും വിശദീകരണങ്ങളും നൽകുന്നതിനുള്ള മതിയായ അവസരം നൽകേണ്ടതാണ്. നൽകിയിട്ടുണ്ടോ ഇവിടെ? അത് മാത്രമല്ല, അതിനുശേഷം ഇതിന് സർക്കാർ നൽകുന്ന മറുപടിയുണ്ട് സർ. ഈ സർക്കാർ നൽകുന്ന മറുപടി ബന്ധപ്പെട്ട ഗവൺമെന്റ് സെക്രട്ടറി വഴി കരട് ഖണ്ഡിക ലഭിച്ചാൽ ഉടൻ തന്നെ AGയുടെ അക്കൗണ്ട് ജനറലിന് അത് ലഭിച്ച വിവരം സ്ഥിരീകരിച്ചുകൊണ്ട് അറിയിക്കുകയോ പിന്നെ അതിനുശേഷം സർക്കാരിൻ്റെതായ അഭിപ്രായങ്ങൾ വേണമെങ്കിൽ ഉൾക്കൊള്ളുകയോ അല്ലെങ്കിൽ നിരാകരിക്കുകയോ ചെയ്യണം. ഇവിടെ അഭിപ്രായം തേടിയിട്ടില്ല, അത് ഉൾക്കൊണ്ടിട്ടുമില്ല, നിരാകരിച്ചിട്ടുമില്ല. ഇതാണ് സാർ ഇവിടുത്തെ വിഷയം. ഈ C&AG റിപ്പോർട്ട് സംസ്ഥാനത്തിന്റെ അധികാരത്തിന് മേലുള്ള, ലെജിസ്ലേച്ചറിന് മേലുള്ള കടന്നുകയറ്റമാണ്. ഇത് നമ്മൾ കാണാതെ ഇരുന്നുകൂടാ. ഇതൊരു വലിയ വിപത്താണ്. ഇതിനെ മുളയിലെ നുള്ളിയേ മതിയാവുകയുള്ളൂ. വഴിവിട്ട രീതിയിൽ ചേർക്കപ്പെട്ട ഈ പരാമർശങ്ങൾ, ഈ പേജുകൾ നീക്കം ചെയ്യണമെന്നുള്ളത് കേരളത്തിന്റെ ആവശ്യമാണ്, കേരള നിയമസഭയുടെ ആവശ്യമാണ്. അത് രാജ്യത്തിന്റെ ജനാധിപത്യ തൂണുകൾ, നമ്മൾ പറഞ്ഞ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ഉൾപ്പെടെയുള്ള ജനാധിപത്യം ശരിയായി നിലനിൽക്കുന്നതിന് വേണ്ടി ആരോഗ്യപരമായ നിലനിൽപ്പിന് വേണ്ടി അത് ആവശ്യമാണ് സർ. ഇവിടെ ഈ വളരെ നിരുത്തരവാദപരമായി രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട്, രാഷ്ട്രീയ അന്ധത ബാധിച്ചുകൊണ്ട് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭ ഇത് നിരാകരിക്കുന്നത് എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന പിൻവലിക്കണം സർ. ഇത് നമ്മുടെ നിയമസഭയുടെ അവകാശത്തിന്റെ ഉള്ള നഗ്നമായിട്ടുള്ള ലംഘനമാണ്. അതുകൊണ്ട് ഈ പ്രമേയത്തെ ഞാൻ ശക്തമായി പിന്തുണയ്ക്കുന്നു. C&AG വഴിവിട്ട രീതിയിൽ ക്രമപ്രകാരമല്ലാത്ത ചട്ടവിരുദ്ധമായി ചേർത്തിട്ടുള്ള കിഫ്ബിയെ സംബന്ധിച്ചിട്ടുള്ള ഈ പരാമർശങ്ങളെ കേരള നിയമസഭ അത് നിരാകരിക്കുക തന്നെ വേണം സർ. ഡോക്ടർ M. K. മുനീർ സർ, ഈ പ്രമേയത്തെ ഞാൻ എതിർക്കുകയാണ് സർ. ഇത് തെറ്റായൊരു കീഴ്വഴക്കം ഈ നിയമസഭ ഇന്ന് ആരംഭിക്കുകയാണ്. ഇനി മുതൽ C&AG റിപ്പോർട്ടുകൾ എല്ലാം നിയമസഭയ്ക്ക് നിരാകരിക്കാനുള്ള ഒരു കീഴ്വഴക്കം ഇന്നുണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് ജനാധിപത്യത്തിൻ്റെ കൂടി കറുത്ത ദിനമായി മാറും. C&AG റിപ്പോർട്ടുകൾ ധാരാളം വന്നിട്ടില്ലേ? ആ C&AG റിപ്പോർട്ടുകളെക്കുറിച്ച് എന്തൊക്കെ പരാമർശങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്? ഏതൊക്കെ രീതിയിൽ C&AG റിപ്പോർട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്? അത് ടെലിവിഷനിലും ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. അന്ന് ഭരണപക്ഷം പ്രതിപക്ഷത്തിരുന്ന സമയത്ത് പാം ഓയിൽ അടക്കമുള്ള വിഷയങ്ങൾ എങ്ങനെയാണ് ഇവിടെ C&AG റിപ്പോർട്ടിൻ്റെ പേരിൽ ചർച്ച ചെയ്യപ്പെട്ടതെന്നും ഗവൺമെൻറ്റുകൾ ഇല്ലാതായതെന്നും ഒക്കെ നമുക്കറിയുന്ന കാര്യമല്ലേ.
അപ്പോൾ ഇതിനകത്ത് ഒരു പരാമർശം വന്നപ്പോഴേക്കും ഇത്രയും ഭയപ്പെടുന്നൊരവസ്ഥ എന്തുകൊണ്ടുണ്ടാവുന്നു? ഞാൻ ഏറ്റവും അടിവരയിടാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജെയിംസ് പറഞ്ഞ കാര്യമാണ്. എന്തിനാണ് ഈ പ്രമേയം ഇവിടെ കൊണ്ടുവന്നത്? പ്രതിപക്ഷം പുറത്ത് ചാനലുകളിൽ ഇത് പറയുമ്പോൾ ഞങ്ങൾക്ക് അത് നിയമസഭയിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രമേയം കൊണ്ടുവന്നത് എന്ന് അത് പറഞ്ഞതോടുകൂടി ഇത് രാഷ്ട്രീയപരമായി നാളെ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. പറഞ്ഞോ. മുനീർ, തികച്ചും തെറ്റായ ഒരു പ്രസ്താവനയാണ് നടത്തിയത്. അവാസ്തവമായ പ്രസ്താവന പിൻവലിക്കണം. സർ, ഞാൻ സംസാരിച്ചപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞു, എന്തിനാണ് പ്രമേയം കൊണ്ടുവന്നതെന്നുള്ളതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് എൻ്റെ അനുഭവം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ പോയി സംസാരിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവം, ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ മുഖ്യമന്ത്രി പ്രമേയം കൊണ്ടുവന്നത്? അങ്ങനെയാണോ ഞാനിവിടെ പറഞ്ഞത്? മുഖ്യമന്ത്രി കൊണ്ടുവന്ന പ്രമേയത്തെ പിന്താങ്ങിക്കൊണ്ട് സംസാരിക്കുമ്പോൾ ഒരു ചാനലിൽ പങ്കെടുത്ത് ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ എൻ്റെ അനുഭവം ഇതാണ്. ഈ അനുഭവമുള്ള ഞങ്ങൾക്ക്, അതും ഞാൻ പറഞ്ഞു, ഇവിടെ പറയാനൊരു അവസരം ഉണ്ടായത് നന്നായി. ഇതല്ലേ പറഞ്ഞത്? ബഹുമാന്യനായ അംഗം തെറ്റായ രീതിയിൽ അവാസ്തവ പ്രസ്താവന നടത്തരുത് എന്നാണ് ചെയറിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തെറ്റായതില്ല, അദ്ദേഹം ഇപ്പം പറഞ്ഞതിന് അടിവര ഇട്ടാൽ മതി. ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞതിന് അടിവര ഇട്ടിട്ട് ആളുകൾ അത് എന്താണ് എന്ന് വിശകലനം ചെയ്താൽ മതി. അപ്പോൾ തന്നെ മനസ്സിലാകും എന്തിനാണ് ഈ പ്രമേയം കൊണ്ടുവന്നത് എന്നുള്ളത്. സർ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ CNDG ഇപ്പം നമ്മൾ ഏകപക്ഷീയമായി ഇവിടെ ഈ ഒരു പ്രമേയം എടുത്ത് പാസ്സാക്കുമ്പോൾ CNDGക്ക് അദ്ദേഹത്തിൻ്റെ വീക്ഷണം പറയാനുള്ള സാഹചര്യമില്ല. അല്ല, നിങ്ങൾ CNDG എന്നാണ് നിങ്ങൾക്ക് CNDG ഇത്ര അസ്പൃശ്യമായി മാറിയത്? ഒരു കാലഘട്ടത്തിൽ ഈ CNDG റിപ്പോർട്ടും വെച്ചിട്ടല്ലേ നിങ്ങളുള്ള എല്ലാ ചർച്ചകളും ഇവിടെ നടത്തിയിട്ടുള്ളത്. പെട്ടെന്ന് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല CNDG ആയിട്ട്. പക്ഷെ CNDG എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തെ ഇവിടെ നിങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് വന്നാൽ അത് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നിരാകരിക്കും, അതിൻ്റെ പാരഗ്രാഫുകൾ ഞങ്ങൾ അങ്ങ് വെട്ടിക്കളയും എന്ന് പറയുന്ന നിങ്ങളുടെ ധാർഷ്ട്യമുണ്ടല്ലോ, ആ ധാർഷ്ട്യം ഇവിടെ ഒരു പ്രതിപക്ഷമുള്ള കാലത്തോളം ഞങ്ങൾ അനുവദിച്ചു തരാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം CNDG എന്ന് അപ്പോഴേക്ക് നിങ്ങൾക്ക് സംഘപരിവാരമായിട്ട് ഞങ്ങളെ കണക്ട് ചെയ്യേണ്ടി വരും. എന്ത് തൊട്ട് കഴിഞ്ഞാലും നിങ്ങൾ സംഘപരിവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തുള്ളവരതൊക്കെ വിശ്വസിച്ച് അങ്ങ് വെള്ളം കൂട്ടാതെ വിഴുങ്ങുന്നതാണ് വിചാരം. സംഘപരിവാറിനെതിരെ ഉള്ള ഇതൊന്നും ഞങ്ങളെ പഠിപ്പിക്കേണ്ട. ബഹറിൽ മുസല്ലയിട്ട് നമസ്കരിച്ചാലും RSSനെ വിശ്വസിക്കരുത് എന്ന് പഠിപ്പിച്ച ഒരു വാപ്പയുടെ മകനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏത് സത്യം, നിങ്ങളുണ്ടാക്കിയ സത്യം എണ്ണി പറയാൻ ഞാൻ. ജ്യോതി വാസു അവിടെ പോയി ജോസഫ് പ്രാതല് കഴിച്ചത് LK അദ്വാനിയുടെ പുസ്തകം എടുത്ത് വായിച്ചു നോക്ക്, KG മാരാരുടെ പുസ്തകം എടുത്ത് വായിച്ചു നോക്ക്. നിങ്ങൾ RSSുമായി രാവിലെ മുഴുവൻ തല്ലുണ്ടാക്കുകയും രാത്രി പരസ്പരം പാലൂട്ടിക്കിടന്നുറങ്ങുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. 1000 കണക്കുകൾ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ഒരു ബന്ധവുമില്ല, RSSനെ ഞങ്ങൾ ഒരു തരത്തിലും ഞങ്ങളുടെ കൂടെ അടുപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഉമ്മാക്കി കാണിച്ചൊന്നും പേടിപ്പിക്കേണ്ട. RSSനെ എവിടെ നിർത്താമെന്ന് ഞങ്ങൾക്കറിയാം. RSSനെ പേടിച്ച് ഒരു മാളത്തിൽ പോയി ഒളിക്കാനും ഞങ്ങളില്ല. നിങ്ങൾക്ക് പല അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ നിലനിൽക്കാൻ പറ്റൂ എന്നുള്ളത് ഞങ്ങൾക്കറിയാം. കാരണം ഇനി ഈ രാജ്യത്ത് CPMഉം BJPയും മാത്രം മതി എന്നതല്ലേ നിങ്ങളുടെ തിയറി? കോൺഗ്രസ് ഇല്ലാത്ത ഒരു ഭരണം വേണമെന്ന് പറയുന്ന 2 പാർട്ടിയെ രാജ്യത്തുള്ളൂ, ഒന്ന് BJPയും ഒന്ന് മാർക്സിസ്റ്റ് പാർട്ടിയും. അതിനർത്ഥം ഇവർ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറയും 2 ചോയ്സേ ഈ നാട്ടിലുള്ള ആൾക്കുള്ളൂ, ഒന്നുകിൽ നിങ്ങൾ BJP ആവുക അല്ലെങ്കിൽ CPM ആവുക. ആ തിയറി ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. കോൺഗ്രസ് അങ്ങനെയൊന്നും ഇല്ലാതാക്കാൻ നിങ്ങൾ ഒരു ശ്വാസത്തിൽ വിചാരിച്ചാലൊന്നും നടക്കുന്ന കാര്യവുമില്ല. അതുകൊണ്ട് നിങ്ങൾ തൊടുമ്പോഴേക്കും CAG എന്ന് പറയുമ്പോൾ, ഏതെങ്കിലും കേന്ദ്ര ഏജൻസിയെക്കുറിച്ച് പറയുമ്പോഴേക്കും അത് സംഘപരിവാർ ബന്ധമെന്ന് പറഞ്ഞിട്ടേ കൈ കഴുകി രക്ഷപ്പെടാമെന്നൊന്നും വിശ്വസിക്കേണ്ട. ഇത് സത്യസന്ധമായി പരിശോധിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾ തയ്യാറാകും. നിങ്ങൾക്ക് ഇഷ്ടമില്ല, ഇനി വരുന്ന എല്ലാ CAG റിപ്പോർട്ടിലും നിങ്ങൾക്കെതിരെ വന്നു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്നൊരു പ്രമേയം പാസ്സാക്കി ഈ CAG റിപ്പോർട്ട് നമ്മൾ തള്ളുന്നു എന്ന് പറയാം. അതിൽ നല്ലത് CAGയെ പിരിച്ചു വിട്ടേക്കുമെന്ന് പറയുന്നതല്ലേ നല്ലത്. പിന്നെ എന്തിനാ CAGയെ പിരിച്ചു വിട്ടേക്കും? ഞങ്ങൾക്കെതിരെയുള്ള പരാമർശം വന്നു കഴിഞ്ഞാൽ 41-ാമത്തെ പേജ് മുതൽ 43-ാമത്തെ പേജ് വരെ ഞങ്ങൾ കീറിക്കളയും. അതുകൊണ്ട് അടിസ്ഥാനപരമായി നിങ്ങൾ എല്ലാ സ്ഥലത്തും ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ചെയ്താണ് ബംഗാളിലും നിങ്ങളില്ലാതായത്, ത്രിപുരയിലും നിങ്ങളില്ലാതായത്. നിങ്ങളുടെ എതിരായി സംസാരിക്കുന്നവരെ നിങ്ങൾ നിഷ്കാസനം ചെയ്യുക, അവരെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന് പറയുന്ന നിങ്ങളുടെ ആ നിലപാട് ഈ പ്രമേയത്തിലൂടെ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രമേയത്തെ ഞാൻ എതിർക്കുന്നു. ശ്രീ ഷംസീർ. സർ, ഞാൻ ഈ പ്രമേയത്തെ ശക്തമായി പിന്തുണക്കുന്നു. കാരണം ഭരണഘടന വളരെ കൃത്യമായി ഓരോ സ്ഥാപനങ്ങൾക്കും കൃത്യമായ ജൂറിസ്ഡിക്ഷൻ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട പറവൂർ അംഗം പറഞ്ഞത് എൻക്രോച്ച്മെൻ്റാണ്. ആരാണ് എൻക്രോച്ച് ചെയ്തത്? സംസ്ഥാന നിയമസഭയുടെ പരിധിയിലേക്ക് എൻക്രോച്ച് ചെയ്തത് CNDAG ആണ്. CNDAG എൻക്രോച്ച് ചെയ്താൽ ഞങ്ങൾ മൗനമായിരിക്കണമെന്നാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളെ പൂർണ്ണമായും അധികാര ദുർവിനിയോഗം നടത്തിയത് ആരാ? ചരിത്രം പറയിക്കണം എന്നെ കൊണ്ട്. സ്വന്തം മകളുടെ ഷാഠ്യത്തിന് വഴങ്ങി ഒരു സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാൻ ഒപ്പുവെച്ചത് ആരാ? ആ ഭരണഘടനാ വ്യഭിചാരം നടത്തിയത് ആരാ? അധികാര സ്ഥാനങ്ങളെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വിനിയോഗിച്ചത് ആരാ? അന്വേഷണ ഏജൻസികളെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വിനിയോഗിച്ചത് ആരാ? അതുകൊണ്ട് എന്നെ കൊണ്ട് പറയിക്കണോ? നിയമം വളരെ കൃത്യമായി പറയുന്നുണ്ടല്ലോ, ഹിയർ ദ 2 സൈഡ്സ്, രണ്ട് ഭാഗവും കേൾക്കണം. ഒരു സംസ്ഥാന സർക്കാരിനെതിരെ ഒരു പരാമർശം നടത്തുമ്പം, CNDAGയെ പോലെ ഒരു ഭരണഘടനാ സ്ഥാപനം നടത്തുമ്പം ബഹുമാനപ്പെട്ട CNDAG ചോദിക്കണ്ടേ ഞങ്ങളോട് ഞങ്ങളുടെ വേർഷൻ? തൂക്കിക്കൊല്ലാൻ പോകുന്ന പ്രതിയോട് ചോദിക്കും, അവസാനം നിങ്ങളുടെ അന്ത്യാഗ്രഹം എന്താണ്? തൂക്കിക്കൊല്ലാൻ പോകുന്ന പ്രതിയോട് പോലും എന്താണ് നിങ്ങളുടെ അന്ത്യാഭിലാഷം എന്ന് ചോദിക്കുന്നത് പോലെ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ ഒരു പരാമർശം നടത്തുമ്പോൾ ചോദിക്കാൻ തയ്യാറായില്ല എന്ന ലളിതമായ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ആ ചോദ്യം ന്യായമല്ലേ? ഇവിടെ CNDAG ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയം കളിക്കുന്നു. CNDAG ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുമ്പം ആ രാഷ്ട്രീയ കളിക്ക് എന്തിനാ UDF കൂട്ടി നിൽക്കുന്നത്? എന്തൊരു നികൃഷ്ടമായ മനസ്സാണ് നിങ്ങളുടേത്. ഇവിടെ കിഫ്ബി എന്ന് പറയുന്ന ഈ കോർപ്പറേറ്റ് ബോഡിയെ രൂപീകരിക്കാൻ നമ്മളെല്ലാം ഒന്നിച്ചിരുന്നല്ലേ പാസ്സാക്കിയത്? ആ കിഫ്ബിക്കകത്ത് വികസനം വന്നില്ല നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്താം. നാളെ കേരളത്തിലെമ്പാടും 27 റെയിൽവേ മേൽപ്പാലങ്ങൾ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശിലാസ്ഥാപനം നടത്തുകയാണ്. നാളെ കേരളത്തിലെമ്പാടും നിങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോയല്ലോ. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോയപ്പം 2016 സ്കൂളാണോ 2019 2020 അല്ലല്ലോ. കേരളത്തിലെ റോഡുകളുടെ സ്ഥിതി എന്താ? ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിന് കേരളത്തെ പ്രശംസിക്കേണ്ടി വന്നില്ലേ? കേരളം നിങ്ങൾക്കറിയാം വളരെ തിക്ലി പോപ്പുലേറ്റഡ്, ഒരൊറ്റ ടെറൈനാണ്, ജനങ്ങൾ തിങ്ങിക്കുഴി താമസിക്കുകയാണ്. സ്വാഭാവികമായും അവിടെ ദേശീയപാത നിർമ്മാണം വരുമ്പം കേന്ദ്ര സർക്കാരുടെ നിയമമുണ്ട്. ഭൂമി ഏറ്റെടുക്കാൻ കിഫ്ബിയിലൂടെ ഞങ്ങൾ പണം കൊടുത്തില്ലേ? അതിന്റെ ഭാഗമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മാറ്റം ഉണ്ടായില്ലേ? പുതിയ പാലങ്ങൾ ഉണ്ടായില്ലേ? പുതിയ റോഡുകൾ ഉണ്ടായില്ലേ? ദേശീയപാത വികസിച്ചില്ലേ? ഇത് കാണേണ്ട നമ്മൾ. ആശുപത്രികൾ ഉണ്ടായില്ലേ? പുതിയ രീതിയിൽ ഇന്ന് നോക്കണം. ഇവിടെ ഡയാലിസിസ് യൂണിറ്റുകൾ ആരംഭിച്ചില്ലേ? സർക്കാർ ആശുപത്രികളിൽ കാത്ത് ലാബ് വന്നില്ലേ? ഇതെല്ലാം എങ്ങനെ വന്നതാ? ഇതെല്ലാം വന്നത് സംസ്ഥാന സർക്കാർ നടത്തിയ ഇടപെടലിന്റെ ഭാഗ. 60,000-ലേറെ കോടി രൂപയുടെ വികസനം കേരളത്തിൽ നടന്നു. നിങ്ങളെല്ലാവരും ഇപ്പം വരികയല്ലേ, നമ്മളെല്ലാം ജനങ്ങളിലേക്ക് പോവുകയല്ലേ? ഇന്ന് നമ്മുടെ സെന്റ് ഓഫ് ആണല്ലോ. ഇത് കഴിഞ്ഞാൽ നമ്മളെല്ലാം ജനങ്ങളിലേക്ക് പോവുകയല്ലേ? മണ്ഡലങ്ങളിലേക്ക് പോകുമ്പം എന്റെ വലതുഭാഗത്തിരിക്കുന്ന ഈ പല MLA-മാരുടെയും ഫ്ലക്സ് ബോർഡ് കാണാം മണ്ഡലങ്ങളിൽ. കിഫ്ബിയിലൂടെ 1000 കോടി, കിഫ്ബിയിലൂടെ 500 കോടി, എന്നിട്ട് യാതൊരു മര്യാദയുമില്ലാതെ കിഫ്ബിയെ തകർക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് നികൃഷ്ട മനസ്സെന്ന് മാത്രമേ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളൂ. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ തയ്യാറാവണം. അതോടൊപ്പം എനിക്ക് സൂചിപ്പിക്കേണ്ട കാര്യം 1-2 കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. ഇവിടെ ഭരണഘടനാ സ്ഥാപനം കുറിച്ച് പറഞ്ഞു. സുപ്രീം കോടതി, ഞാൻ ചോദിച്ചോട്ടെ, ഞങ്ങൾ ഒന്നും അറിയാത്ത ആളുകളാണ്. നിങ്ങൾക്ക് മാത്രമേ എല്ലാം അറിയൂ. മറുഭാഗത്ത് ഭരണപക്ഷത്തിന്റെ ഭാഗമായിരിക്കുന്നവർക്ക് ഒന്നും അറിയില്ല എന്ന് നിങ്ങളുടെ ഈ ധാർഷ്ട്യം നിങ്ങൾ ഉപേക്ഷിക്കണം. നിയമത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ധാരണയുണ്ടല്ലോ. ഏതെല്ലാം തരത്തിൽ ഞങ്ങളെ പിടിക്കാൻ വേണ്ടി മറുഭാഗത്ത് കേന്ദ്രം ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വളരെ വിജിലന്റാ. കിഫ്ബി പോലുള്ള ഭരണ സംവിധാനത്തിലൂടെ ഞങ്ങൾ കടമെടുക്കുമ്പം ഞങ്ങൾ വളരെ വിജിലന്റായാണ് ഇവിടെ വികസന പ്രവർത്തനം നടത്തുന്നത്. അതുകൊണ്ട് ഞങ്ങളെ തകർക്കാൻ നിങ്ങൾ ശ്രമിക്കും, ഞങ്ങൾക്കറിയാം. ഇവിടെ നിങ്ങൾ തകർക്കാൻ ശ്രമിക്കും ഞങ്ങളല്ല, മറിച്ച് നിങ്ങൾ ഈ നാടിന്റെ ശത്രുക്കളാ.
ഇവിടെ പുതിയ പാലം വരാൻ പാടില്ല, ഇവിടെ വികസനം വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ നാടിന്റെ പൊതുശത്രുക്കളാണ്. ഇത് ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങൾ തിരിച്ചറിയുമെന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ബഹുമാനപ്പെട്ട ഡോക്ടർ മുനീർ എനിക്ക് ഇഷ്ടമുള്ള നേതാവാണ്. അദ്ദേഹം വളരെ വികാരപരമായി പ്രസംഗിച്ചു. എന്താ, ബഹറിൽ മുസല്ലയിട്ട് നമസ്കരിച്ചാലും RSSന് വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ച് അദ്ദേഹം ആലോചിച്ച് അഭിമാനിച്ചു. എന്നാൽ അതേ പിതാവിന്റെ മകൻ ആ മുസല്ല തലയിലിട്ട് RSS കാര്യാലയത്തിൽ പോയി വോട്ട് പിടിച്ചില്ലേ? നിഷേധിക്കാൻ പറ്റുമോ? വടകരയും ബേപ്പൂറും ഈ നാട് പറഞ്ഞിട്ടില്ല. അതേ പിതാവ് പ്രസംഗം കൂടി നടത്തി. എന്താ അറിയോ? ഞാൻ വഴങ്ങാം. അതേ പിതാവ് ഒരു പ്രസംഗം നടത്തി. എന്താ അറിയോ? ബഹുമാനപ്പെട്ട മുനീർ ഒന്ന് കേൾക്കണം. നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ കുറിച്ച് ഊറ്റം കൊള്ളുമ്പം അതേ ഞങ്ങൾ ബഹുമാനിക്കുന്ന ആ പിതാവ് ഒരു പ്രസംഗം നടത്തി. എന്താ അറിയോ? ആ പ്രസംഗം ഒരുപക്ഷെ എന്റെ സമുദായം എന്നെ കഴിവട്ടെന്ന് വിളിച്ചേക്കാം, പക്ഷേ ഒരിക്കലും എന്റെ സമുദായത്തെ കൊണ്ട് ഞാൻ അഴിമതിക്കാരനെന്ന് കേൾക്കാൻ ഇടവരുത്തില്ല എന്ന് പ്രഖ്യാപിച്ച മഹാനായ ആ CHന്റെ പാർട്ടി എവിടെ പോയി? ഇബ്രാഹിം കുഞ്ഞ് എവിടെ പോയി? എവിടെ പോയി? MC കമറുദ്ദീൻ എവിടെ പോയി? KM ഷാജി ബഹറിൽ മുസൈൻ ഞങ്ങൾ അഴിമതിക്കാരനെന്ന് കേൾക്കാൻ ഇടവരുത്തില്ല എന്ന് പ്രഖ്യാപിച്ച CHന്റെ പാർട്ടി ഇന്ന് 2 MLA-മാർ ജയിലിൽ, ഒരാൾ ജയിലിൽ ക്യൂവിൽ നിൽക്കുന്നു. ഇതല്ലേ പാർട്ടി? അതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം പ്രിയപ്പെട്ടവരെ. ഇവിടെ ശക്തികളെ തിരിച്ചറിയാൻ സാധിക്കണം. ഇടതുപക്ഷം മുന്നോട്ടാ. KC നിങ്ങൾ മനസ്സിലാക്കണം. മലയോരത്ത് തില്ലങ്കേരി ഡിവിഷൻ, അവിടെ 7000-ൽ പരം വോട്ടിന് ഫലം പ്രഖ്യാപിച്ചപ്പോൾ ഇടതുപക്ഷം ജയിച്ചിരിക്കുന്നു. ടീം പിണറായി മുന്നോട്ട് തന്നെയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാൻ ആരെല്ലാം ശ്രമിച്ചാലും, നിങ്ങൾ എന്തെല്ലാം കെട്ടുകഥകൾ ഉണ്ടാക്കിയാലും ഞങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഇന്ന് തില്ലങ്കേരി ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾ പിടിച്ചെടുത്തെങ്കിൽ കേരളത്തിലെമ്പാടും ഇടതുപക്ഷത്തിന്റെ തുടർച്ചയുണ്ടാകും. അതുകൊണ്ട് ഇവിടെ ഈ നികൃഷ്ട മനസ്സ് അതാണ് നിങ്ങളെ പ്രകടിപ്പിക്കുന്നത്. അതാണല്ലോ കോട്ടയം MLA പറഞ്ഞത്. കോട്ടയം MLA അഭിമുഖത്ത് പറഞ്ഞു, ഇനി എന്തെല്ലാം വരാനിരിക്കുന്നു. ഒരു പ്രളയം വരും, ഒരു പ്രകൃതി ദുരന്തം വരും. അതാണ് നിങ്ങളുടെ മാനസികാവസ്ഥ. ഈ മാനസികാവസ്ഥ മാറ്റണം. ഞങ്ങൾ ഒരിക്കലും കോൺഗ്രസ് തകരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ല, പക്ഷേ സ്വയം തകരാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഇനി നെഹ്റു പുനരവതരിച്ചാൽ പോലും സാധിക്കില്ല എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ഈ പ്രമേയത്തെ ശക്തമായി പിന്തുണയ്ക്കുന്നു. ഞാൻ ഈ പ്രമേയത്തെ എതിർക്കുകയാണ്. CAG തുടങ്ങിയിട്ടുള്ള കേന്ദ്ര ഏജൻസികൾക്കെതിരായി ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നിലപാടുകൾ പ്രതിഷേധാർഹമാണ്. ഭരണഘടനാ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായിട്ടുള്ള സ്ഥാപനങ്ങൾക്കെതിരെയാണ് മന്ത്രിമാരുടെയും മറ്റും ഭാഗത്തുനിന്ന് നിയമാനുസൃതമല്ലാത്ത എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നത്. സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാൻ നിശ്ചയിച്ചിട്ടുള്ള പരിധിക്ക് പുറത്ത് കടമെടുക്കാൻ കഴിയില്ല എന്ന വ്യവസ്ഥ നിലനിൽക്കെയാണ് കിഫ്ബി ഒരു സമാന്തര സാമ്പത്തിക സംവിധാനം പോലെ പ്രവർത്തിക്കുന്നത്. പൊതുജനങ്ങൾ നൽകുന്ന നികുതി പണം കിഫ്ബിയുടെ വരവിനമായി കണക്കാക്കുമ്പോൾ തന്നെയാണ് CNAGയുടെ ഓഡിറ്റ് പോലും അനുവദിക്കില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അവതരിപ്പിച്ച ഗവൺമെൻറ് പ്രമേയം ഭരണഘടനാ തത്വങ്ങൾക്ക് എതിരും രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തിന് എതിരും ആണ്. സംസ്ഥാനങ്ങൾ പാലിക്കേണ്ട സാമ്പത്തിക അച്ചടക്കം പരിശോധിക്കുകയും അതിൽ വീഴ്ചകൾ കണ്ടെത്തുകയും ചെയ്യേണ്ടത് CAGയുടെ ഭരണഘടനാ ചുമതല തന്നെയാണ്. അത്തരം ഭരണഘടനാ ചുമതല നിർവഹിക്കുന്ന സ്ഥാപനങ്ങളെ ആക്ഷേപിക്കാനും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് തികച്ചും അനുചിതവും രാജ്യത്തിൻ്റെ സാമ്പത്തിക അഖണ്ഡതയ്ക്ക് എതിരുമാണ്. തങ്ങളുടെ ചെയ്തികൾക്കെതിരെ നിയമാനുസൃതം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ ശത്രുക്കളായി കാണുന്ന മനോഭാവം ഒരു സർക്കാരിനും ഭൂഷണമല്ല. ഈ പ്രമേയത്തെ ഞാൻ എതിർക്കുകയാണ്. ശ്രീ M. സ്വരാജ്. ബഹുമാനപ്പെട്ട സ്പീക്കർ, ഇവിടെ അവതരിപ്പിച്ച പ്രമേയത്തെ ഞാൻ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്. ഇത് സംബന്ധിച്ച് വിവിധ അഭിപ്രായങ്ങൾ ഇവിടെ ഇതിനോടകം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഞാനതുകൊണ്ട് ഈ സഭയുടെ അധികം സമയമെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പ്രധാനമായും മൗലികമായും ഉയർന്നു വരുന്ന ഒരു പ്രശ്നം, നമ്മുടെ ഈ കാലത്ത് കേരളത്തെ ആധുനിക യുഗത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി ഒരു പുതിയ വികസന സംസ്കാരം യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമത്തിലാണ്. അതാവട്ടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ജനങ്ങളുടെ മുൻപാകെ വെച്ച ഒരു വാഗ്ദാനമാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയെ സംബന്ധിച്ച മാനിഫെസ്റ്റോയിൽ പരാമർശിച്ചിട്ടുള്ള കാര്യമാണ്.
അതിന് കിട്ടിയ അംഗീകാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കിഫ്ബി വഴി കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. കേരളത്തെ രാഷ്ട്രീയ കാരണങ്ങളാൽ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ തീരുമാനിച്ച കേന്ദ്ര ഗവൺമെൻറ് C&AG ഉപയോഗിച്ചുകൊണ്ട് കിഫ്ബിയെ ഇല്ലാതാക്കാനും അതുവഴി കേരള വികസനത്തെ ഇല്ലാതാക്കാനും ശ്രമിക്കുകയാണ്. അതിന് നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ മാർഗങ്ങൾ അവലംബിക്കുകയാണ്. ആ മാർഗങ്ങളിലൂടെ C&AG റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ആ റിപ്പോർട്ടിന്റെ മുൻപിൽ ഓച്ഛാനിച്ച് നിൽക്കലല്ല തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിന്റെയും നമ്മുടെ നിയമസഭയുടെയും ഉത്തരവാദിത്വം. 2013 സുപ്രീം കോടതിയുടെ മുൻപാകെ വന്ന അരുൺകുമാർ അഗർവാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് അതേഴ്സ് എന്ന കേസിൽ C&AG റിപ്പോർട്ടിനെ സംബന്ധിച്ച് വളരെ പ്രസക്തമായ പരാമർശങ്ങളുണ്ട്. ഈ സഭയ്ക്ക് അത് നിരാകരിക്കാനുള്ള അവകാശമുണ്ട്. PACക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞാൽ PAC ഈ നിയമസഭയുടെ തന്നെ ഒരു ചെറുരൂപമാണ്. ഈ സഭയ്ക്കുള്ള അവകാശത്തെയും അധികാരത്തെയും തന്നെയാണ് ഈ പ്രമേയം പ്രതിഫലിപ്പിക്കുന്നത്. അതിലുപരി കേരളത്തിന്റെ ഉത്തമ താല്പര്യങ്ങളെയാണ്. കേരളത്തിന്റെ ഉത്തമ താല്പര്യങ്ങളെ ഭരണഘടനാ വിരുദ്ധമായ മാർഗത്തിലൂടെ ഒരു ഭരണഘടനാ സ്ഥാപനത്തെ ഉപയോഗിച്ച് കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയമായി ഉപയോഗിക്കുമ്പോൾ അതിന്റെ മുൻപിൽ കേരളത്തിന്റെ താല്പര്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അത് നിർഭാഗ്യകരമാണ്. നിങ്ങൾ ആരോടൊപ്പം നിൽക്കുന്നു? കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ഗൂഢാലോചനയോടൊപ്പം നിൽക്കുന്നുവോ? കേരളത്തിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഈ ഗവൺമെന്റിന്റെ നിലപാടുകളോടൊപ്പം നിൽക്കുന്നുവോ? ഇവിടെ പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് ഈ നാടിന്റെ താല്പര്യങ്ങളെയാണ് നാം ഉയർത്തിപ്പിടിക്കേണ്ടത്. അവിടെയാണ് നിങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടു പോയത്. ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ബഹുമാന്യനായ പ്രതിപക്ഷ ഉപനേതാവിന്റെ ഒരു പരാമർശം കേട്ടപ്പോൾ മനസ്സിൽ തോന്നിയ ഒരു കാര്യം കൂടി പറയുകയാണ്. അദ്ദേഹം ആദരണീയനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ വന്ധ്യപിതാവുമായ CH-നെ ഇവിടെ കോട്ട് ചെയ്യുകയുണ്ടായി, ഉദ്ധരിക്കുകയുണ്ടായി. CH മറ്റൊരു പ്രസംഗം കൂടി നടത്തിയത് ഞാൻ അദ്ദേഹത്തിന്റെ ഓർമ്മയിലേക്ക് ഒരിക്കൽ കൂടി കൊണ്ടുവരികയാണ്. മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഈ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ മുസ്ലിം ലീഗിന്റെ സിറ്റി കമ്മിറ്റി നൽകിയ ഒരു വലിയ സ്വീകരണ യോഗത്തിൽ അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. അന്ന് അദ്ദേഹം പറഞ്ഞു, ഇടറിയ ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു, മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമില്ല. ശ്രീ നായനാർ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇനി വരുന്നുണ്ടെങ്കിൽ അതിലും എനിക്ക് ദുഃഖമില്ല. പക്ഷെ കേരളമേ കേൾക്കുക, ഈ കുറിയ മനുഷ്യനുണ്ടല്ലോ, ഇയാളെ നിങ്ങൾ നമ്പരുത് എന്ന് പറയുണ്ടായി. അത് ആരെക്കുറിച്ചാണെന്നുള്ളത് പേര് ഞാനിവിടെ പറയുന്നില്ല. അപ്പൊ അങ്ങനെ നടത്തിയ പല പ്രസംഗങ്ങളും കേരള ചരിത്രത്തിന്റെ ഭാഗമാണ്. അങ്ങിവിടെ ഉദാഹരിച്ച പ്രസംഗം, എടുത്തുപയോഗിച്ച പ്രസംഗം, ആ പ്രസംഗത്തിലെ പരാമർശം പ്രസക്തമാണ്. പക്ഷേ ആ പ്രസംഗത്തോട് നീതി പുലർത്താൻ ബഹുമാന്യനായ അംഗം അങ്ങയുടെ പാർട്ടിക്ക് ഇപ്പോൾ കഴിയുന്നുണ്ടോ? അതൊരു ചരിത്രത്തിന്റെ ഭാഗമാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തെ ഇവിടെ ഉദാഹരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലല്ല, ഇപ്പൊ ഈ സഭയിലുള്ള ആരെക്കുറിച്ചുമല്ല പറഞ്ഞിട്ടുള്ളത്. അത് അത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളിലേക്ക് നമ്മുടെ സഭ പോകേണ്ടതില്ല. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. ഇടതുപക്ഷ വിരോധം തലയ്ക്ക് പിടിച്ച് നിങ്ങൾ തെറ്റായിട്ടുള്ള പരാമർശം നടത്തുമ്പോൾ ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയമായി ഉയർന്നു വരുന്ന സവിശേഷ സാഹചര്യങ്ങളോട് നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് നമ്മുടെ നാടിനെ എങ്ങനെ ബാധിക്കും എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ത്രിപുരയിൽ നിങ്ങൾ പോയില്ല എന്നൊക്കെ ആവേശത്തോടെ ചോദിക്കുകയാണ്. പകരം നിങ്ങൾ വന്നോ? ബംഗാളിൽ നിങ്ങളുടെ സ്ഥിതി എന്താണെന്ന് ചോദിക്കുകയാണ്. 40 കൊല്ലമായി കോൺഗ്രസിന്റെ സ്ഥിതി എന്താണ് അവിടെ? നമ്മുടെ നാട് വർഗീയ ഫാസിസ്റ്റുകളുടെ ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങളോട് ഏറ്റുമുട്ടുകയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളെ തെറ്റായി ഉപയോഗിക്കുകയാണ്. ഇന്നലെ നാച്ചുറൽ ജസ്റ്റിസിനെ കുറിച്ച് ബഹുമാന്യനായ പറവൂർ അംഗം ഇവിടെ പറഞ്ഞല്ലോ. നാച്ചുറൽ ജസ്റ്റിസിനെ കുറിച്ച്, ആ നാച്ചുറൽ ജസ്റ്റിസ് C&AG പാലിച്ചോ? ഈ ഗവൺമെന്റിന് പറയാനുള്ളത് C&AG കേട്ടോ? കരട് റിപ്പോർട്ടിലെ പരാമർശമാണോ ഫൈനൽ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്? നാച്ചുറൽ ജസ്റ്റിസ് അവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ഉത്കണ്ഠയില്ലാത്തത്? നിങ്ങൾ എന്താണ് അത് പറയാത്തത്? നിങ്ങൾ എങ്ങനെയാണ് C&AGയുടെയും അതുവഴി സംഘപരിവാരത്തിന്റെയും വിനീത വിധേയരായ വക്കീലന്മാരായി മാറുന്നത്? ഇത് കേരളത്തിന് വേണ്ടി ഒരു നിലപാട് സ്വീകരിക്കുന്ന കേരളത്തിന്റെ വക്കീലന്മാരായി ഇടതുപക്ഷവും ധനമന്ത്രിയും മാറുമ്പോൾ നിങ്ങൾ സംഘപരിവാരത്തെ പരോക്ഷമായി പിന്തുണച്ച് സംഘപരിവാരത്തിന്റെ ഗൂഢാലോചനയുടെ ഏജന്റായ C&AGയുടെ പിന്നിൽ അണിനിരക്കുന്നത് ആത്യന്തികമായി കേരളത്തിന്റെ ശത്രുപക്ഷത്താണെന്നും അത് ഈ നാട് തിരിച്ചറിയുമെന്നും ജനങ്ങളോട് മറുപടി പറയേണ്ടി വരുമെന്നും കേരള വികസനത്തെ അട്ടിമറിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ ദേശവിരുദ്ധമായ ജനവിരുദ്ധമായ രാഷ്ട്രീയത്തിന് വീണ്ടും നിങ്ങൾക്ക് തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പ്രമേയത്തെ ശക്തമായി പിന്തുണച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ശ്രീ രമേശ് ചെന്നിത്തല. ഞാൻ ഈ പ്രമേയത്തെ ശക്തമായി എതിർക്കുകയാണ്. ഇവിടെ സ്വരാജിന്റെ പ്രസംഗം കേട്ടപ്പം C&AG എന്ന് പറയുന്നത് BJPയുടെ
ഒരു സ്ഥാപനമാണ് എന്നാണ് മനസ്സിലായത്. CNTAG എന്ന് പറഞ്ഞാൽ BJPയുടെ ഒരു RSSന്റെ ഒരു പോഷക സംഘടന കേരളത്തെ ഇവിടെ ഞെക്കിക്കൊല്ലാൻ നോക്കുന്നു. അപ്പം ഞങ്ങൾ അതിന് കൂട്ടു നിൽക്കുന്നു. സ്വരാജിനെ പോലുള്ള ആൾ അങ്ങനെ പറയരുത്. വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണല്ലോ. അല്ല ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ തീർത്തോട്ടെ. വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഈ ഭരണഘടന അനുസരിച്ച് അല്ലാണ്ട് RSSന്റെ ബഡ്ജറ്റ് RSSന്റെ ഭരണഘടന അനുസരിച്ചുള്ള സ്ഥാപനമല്ല. ഞാനത് പറഞ്ഞു കഴിഞ്ഞോട്ടെ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 148 148 അനുസരിച്ചാണ് CNTAG. അങ്ങയുടെ പ്രസംഗം ഇത് ലൈവായിട്ട് പോകുന്നതുകൊണ്ട് നാട്ടിലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നു. BJPയുടെ ഒരു പോഷക സംഘടന ഇവിടെ കേരളത്തിലെ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ഞങ്ങളെല്ലാം കൂടി അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ബഹുമാനായ പ്രതിപക്ഷ നേതാവിനോട് എനിക്ക് എല്ലാ ആദരവുമുണ്ട്. ഞാനതെല്ലാം നിലനിർത്തും. അങ്ങേക്കും എന്നെ അറിയാം. അങ്ങ് ദയവായി ഞാൻ പറയാത്തൊരു കാര്യം പറയരുത്. അത് സങ്കടകരമാണ്. കാരണം ഞാൻ പറഞ്ഞത് ഭരണഘടനാ സ്ഥാപനങ്ങളെ RSS ദുരുപയോഗിക്കുന്നു, അവരുടെ ഏജന്റന്മാരായി ഉപയോഗിക്കുന്നു. അല്ലാതെ CNTAG RSS നിയമിച്ചാണെന്നല്ല ഞാൻ പറഞ്ഞത്. CNTAG ഉൾപ്പെടെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ RSS അവരുടെ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങളെ അന്വേഷണ ഏജൻസികളെ കുറിച്ച് അങ്ങയുടെ പാർട്ടി മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തമ്മിൽ ആ കാര്യത്തിൽ കേരളത്തിൽ മാത്രമേ അഭിപ്രായ വ്യത്യാസം ഉള്ളൂ, വേറെ എവിടെ ഇല്ല. അങ്ങ് എൻ്റെ വാക്ക് തെറ്റായി പറയരുത്, അത് വിഷമകരമാണ്. കഴിഞ്ഞ ദിവസം നടന്ന എല്ലാ ചർച്ചകളിലും ഈ വാദമുഖം നമ്മുടെ ബഹുമാന്യപ്പെട്ട ധനകാര്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സ്വയരക്ഷയ്ക്കായി എടുത്തണിഞ്ഞൊരു ആയുധമാണ് ഈ BJP സംഘപരിവാർ ബന്ധം CNTAG ആയിട്ടുള്ളത്. അതിന് മറുവാദമായിട്ടാണ് ഇപ്പോൾ ഈ CNTAG റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഓഫ് ബജറ്റ് കടമെടുപ്പിനെ കുറിച്ച് അതിശക്തമായ ഭാഷയിൽ CNTAG വിമർശിച്ചിട്ടുള്ളത് എന്ന കാര്യം നമ്മളിവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അതിന് മറുപടി പോലും പറയാതെ നിരന്തരമായി ഈ സംഘപരിവാർ ബന്ധം ആരോപിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അങ്ങേക്ക് മനസ്സിലായിട്ടുണ്ടോ? വളരെ വിശദമായിട്ട് തന്നെ മറുപടി പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചു. ആ ഭരണഘടന അനുസരിച്ചാണോ ഇപ്പോൾ ഇന്ത്യയിൽ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണോ അങ്ങയുടെ അഭിപ്രായം? ഭരണഘടന അനുസരിച്ച് നടക്കാൻ പാടുള്ളൂ എന്നുള്ള നിർബന്ധമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. We are all under the constitution. We are all performing as per the guideline of the constitution. അത് തത്വം തന്നെയാണ്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന അതാണോ? ഇന്ത്യൻ പാർലമെന്റ് നടക്കുന്ന ഇപ്പോൾ അതാണോ? ഇപ്പോഴത്തെ കർഷക നിയമം എങ്ങനെയാണ് പാസ്സാക്കിയത്? രാജ്യസഭാംഗങ്ങളെ പിടിച്ച് ജയിലിൽ വെച്ചു, അറസ്റ്റ് ചെയ്തു, സഭയിൽ നിന്ന് പുറത്താക്കി, അവരുടെ മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ച് ചർച്ച ചെയ്യാതെ പാസ്സാക്കുകയല്ലേ? ഇന്ത്യൻ ജുഡീഷ്യറി ഭയപ്പെടുത്തുകയല്ലേ? ഇത്തരത്തിൽ ഭരണഘടനാ വിരുദ്ധമായ നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഡൽഹിയിൽ ഇരിക്കുന്നത്. നിങ്ങൾ ഇതെല്ലാം വളരെ ശരിയാണെന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാ? ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, കേന്ദ്രത്തിലെ നരേന്ദ്രമോദി ഗവൺമെന്റ് ചെയ്യുന്ന ജനാധിപത്യ വിരുദ്ധവും ഏകാധിപത്യപരവുമായ നടപടികളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അത് വേറൊരു കാര്യം. അതിനെതിരെ ഏറ്റവും വലിയ പോരാട്ടം നടത്തുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സാർ, അങ്ങ് ഈ CAG എന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞു. മഹത്വമുള്ള സ്ഥാപനം തന്നെയാണ്. പക്ഷേ ഇന്ത്യൻ പാർലമെന്റിനേക്കാൾ വലിയ മഹത്വമുള്ള ഭരണഘടനാ സ്ഥാപനമല്ലല്ലോ CAG. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ 3 നിയമത്തിനെതിരായിട്ട് ഈ നിയമസഭ ഏകണ്ഠമായ പ്രമേയം പാസ്സാക്കി നിയമം ശരിയല്ല എന്ന് പറഞ്ഞ് പാർലമെന്റിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത നിയമസഭയാണിത്. അതിനേക്കാൾ വലിയ സ്ഥാപനമാണോ സാർ ഈ CAG എന്ന് പറയുന്നത്? അങ്ങ് ചെയ്യേണ്ടിയിരുന്നത് നമ്മളൊരു പ്രമേയം പാസ്സാക്കി, ഞങ്ങൾ സഹകരിച്ചല്ലോ. അങ്ങനെ ഒരു നിലപാടുണ്ടായിരുന്നെങ്കിൽ കൊണ്ടുവരേണ്ടിരുന്നത് ഒരു ബദൽ നിയമമായിരുന്നു. സുനിൽകുമാർ, അങ്ങത് കൊണ്ടുവന്നില്ല. അല്ല, ഒരു ബദൽ നിയമം എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? ഛത്തീസ്ഗഡ് ഗവൺമെന്റ്, പഞ്ചാബ് ഗവൺമെന്റ്, രാജസ്ഥാൻ ഗവൺമെന്റ്, ഈ 3 ഗവൺമെന്റുകളും കേന്ദ്രം പാസ്സാക്കിയ നിയമത്തിനെതിരെ പ്രത്യേക നിയമം പാസ്സാക്കിയതാണ്. എന്തുകൊണ്ട് കേരള നിയമസഭ ചേർന്നുകൊണ്ടിരിക്കുകയാണ്? എന്തുകൊണ്ട് അങ്ങ് ഒരു നിയമനിർമ്മാണം കൊണ്ടുവന്നില്ല? ഒരു ബദൽ നിയമം കൊണ്ടുവന്നില്ല? അങ്ങ് ഇവിടെ കൊണ്ടുവരുന്നത് ഞങ്ങൾ പിന്തുണച്ചേരല്ലോ. ഇന്ന് ലാസ്റ്റ് ഡേ അല്ലേ? എന്തുകൊണ്ട് അങ്ങ് കൊണ്ടുവന്നില്ല? അപ്പൊ നിങ്ങളുടെ കമ്മിറ്റ്മെന്റ്
എവിടെ നിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. സർ, ഇതുവരെ നിലവിലുള്ള ഭരണഘടന പ്രകാരം സെൻട്രൽ ലെജിസ്ലേഷനും സ്റ്റേറ്റ് ലെജിസ്ലേഷനും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ സെൻട്രൽ നിയമം മാത്രമേ നിലനിൽക്കുള്ളൂ, ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതാവും. ഇല്ലെങ്കിൽ ഈ രാജ്യം 600 നാട്ടുരാജ്യങ്ങളായി പിരിയും. അതുകൊണ്ട് ഈ തർക്കത്തിന് അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് നിയമം എങ്ങനെ പാസ്സാക്കാൻ പറ്റും? നിയമം പാസ്സാക്കാം, മറ്റതിനെതിരായിട്ട് പാസ്സാക്കാൻ പറ്റില്ല. അതുകൂടെ അങ്ങ് ഭേദഗതി നിയമം അദ്ദേഹത്തിന് പാസ്സാക്കാം, മറ്റേതിനെ എതിർത്ത് അല്ല. ഛത്തീസ്ഗഡ് നിയമസഭയ്ക്ക് എങ്ങനെ കേന്ദ്ര നിയമത്തെ എതിർത്ത് പാസ്സാക്കാൻ പറ്റി? ഭരണഘടനാ പ്രവേശനം ഒന്ന് വ്യക്തമാക്കും. സമാന സ്വഭാവത്തിലുള്ള നിയമം കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട കാര്യമായതുകൊണ്ട് ഈ സംസ്ഥാന നിയമസഭകൾ പഞ്ചാബും ഛത്തീസ്ഗഡും രാജസ്ഥാനും പാസ്സാക്കിയ വിവരം നമുക്കറിയാവുന്നതാണ്. അതേ മോഡലിൽ ഒരു നിയമം പാസ്സാക്കണമെന്ന് ഞങ്ങൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതാണ്. കൃഷിമന്ത്രി പറഞ്ഞു ഞങ്ങൾ പരിശോധിക്കുകയാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ, ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഈ നിയമസഭയിൽ ആ നിയമം കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയണമായിരുന്നു. അതിന്റെ ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി ഒക്കെ നമുക്ക് പിന്നെ നോക്കാം. സർ, ഞാൻ പറഞ്ഞത് ഞാൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. സർ, ഈ ബുദ്ധി പിണറായി വിജയന് നേരത്തെ വന്നിരുന്നെങ്കിൽ ലാവലിംഗ് കേസേ ഉണ്ടാവില്ലായിരുന്നു. ഇല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ സബ്ജക്ട്. സർ, അന്ന് CNDAG പറഞ്ഞ ഒരു കണ്ടെത്തലാണ് ലാവലിംഗ് കേസ് ഈ രാജ്യത്തുണ്ടായത്. 375 കോടി രൂപയുടെ അഴിമതി കേസായ ലാവലിംഗ് കേസിൽ ഇന്ന് പിണറായി വിജയൻ സുപ്രീം കോടതിയുടെ മുമ്പിൽ കയ്യും കെട്ടി നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം അന്ന് CNDAG പറഞ്ഞ ഭാഗം ഇതുപോലെ പ്രമേയം പാസ്സാക്കി അങ്ങ് റദ്ദ് ചെയ്താൽ പോരായിരുന്നോ? അന്ന് ആ CNDAGയുടെ കണ്ടെത്തൽ ഇതുപോലൊരു ഒരു മിനിറ്റ് ഞാനിത് പറഞ്ഞോട്ടെ സാർ, ഇതുപോലെ ചെയ്താൽ മതിയായിരുന്നു. CNDAGയുടെ റിപ്പോർട്ടിലാണല്ലോ ലാവലിംഗ് കേസ് ഉണ്ടാകുന്നത്. അന്ന് ഇതുപോലെ ചെയ്താൽ മതിയായിരുന്നു. ആ പാരഗ്രാഫ് നിയമസഭ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ഞങ്ങൾ റദ്ദ് ചെയ്തെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, നിരാകരിച്ചാൽ മതിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ആ ബുദ്ധി ഇന്ന് തോന്നിയില്ല. ഐസക്ക് പറഞ്ഞു കൊടുത്ത ബുദ്ധി നേരത്തെ എന്താ പറഞ്ഞു കൊടുക്കാഞ്ഞേ? ഐസക്കിന് അബദ്ധം പറ്റി കുഴപ്പത്തിൽ വന്നപ്പോ ഐസക്ക് കണ്ടുപിടിച്ച സൂത്രപ്പണിയാണിത്. അത് പാവം മുഖ്യമന്ത്രി വീണുപോയതാണ്. ഇത് 2G സ്പെക്ട്രം വന്നു. അങ്ങ് പറയുന്ന വിനോദ് റോയ് അല്ലേ 2G സ്പെക്ട്രം ഉണ്ടായിരുന്ന കാലത്തെ CNDAG? നമ്മുടെയൊക്കെ സുഹൃത്താണല്ലോ വിനോദ് റോയ്, കിഫ്ബിയുടെ ബോർഡ് മെമ്പർ ആണല്ലോ. അദ്ദേഹം 2G സ്പെക്ട്രത്തെ പറഞ്ഞു തന്നാ പിന്നെ അന്ന് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് പാർലമെന്റ് വിളിച്ചുകൂട്ടി ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, വിനോദ് റോയിയുടെ ആ റിപ്പോർട്ട് തള്ളിക്കളയണം എന്ന് പറഞ്ഞൊരു പ്രമേയം പാസ്സാക്കിയിരുന്നതിൽ എന്തുണ്ടാകുമായിരുന്നു? സാർ, ഇവിടെ ഞാൻ അങ്ങയുടെ ഒരു വിശദീകരണത്തിന് വേണ്ടിയാണ്. കാരണം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇഷ്യൂ അങ്ങ് പറയുന്നത്. കൺകറന്റ് ലിസ്റ്റിലുള്ളത് പാസ്സാക്കാം, പക്ഷേ ഇന്ത്യൻ ഭരണഘടന ഫെഡറലാണെങ്കിലും യൂണിറ്റി ഇൻ നേച്ചറാണ്. എല്ലാ അടിയന്തര ഘട്ടങ്ങളിലും കേന്ദ്രാധികാരം, അതാണ് അടിയന്തരാവസ്ഥയൊക്കെ വരുന്നത്. അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് പാസ്സാക്കിയത് സെൻട്രൽ ലെജിസ്ലേഷനെ നിരാകരിക്കുന്നതാണോ എന്നാണ് അങ്ങ് പറയേണ്ടത്. നിരാകരിക്കാൻ ഒക്കില്ല. അല്ല, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്വരാജ് ആയിരുന്നെങ്കിൽ പറഞ്ഞേനെ ഇത് കേന്ദ്രത്തിലെ RSS ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാണെന്ന് പറഞ്ഞേനെ. ഇപ്പൊ ഞാൻ പറയുന്നില്ല അത്. അങ്ങ് കേന്ദ്രത്തിലെ BJP ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്നതെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എന്റെ കുഴപ്പമാണ് അത് ചോദിക്കുന്നതല്ലേ. എങ്കിലും ഞാനൊന്ന് പറയട്ടെ, ഛത്തീസ്ഗഡിലും പഞ്ചാബിലും പാസ്സാക്കിയത് പോലൊരു നിയമം കേരളത്തിന് എങ്ങനെ പാസ്സാക്കാൻ പറ്റുക? അവിടെ എത്രയോ നാളായിട്ട് അവിടെ കാർഷിക വിള എന്താണ്? ധാന്യങ്ങളാണ്. ആ ധാന്യങ്ങളുടെ വിൽപ്പന മുഴുവൻ മാണ്ടികളാണ്. കേരളത്തിൽ എവിടെയാണ് മാണ്ടിയിരിക്കുന്നതെന്ന്? നമ്മുടെ ഇവിടെ വാണിജ്യ വിളകളാണ്. ആ വിളകൾക്കുണ്ടായിരുന്ന വിപണന സമ്പ്രദായങ്ങൾ, ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. അതൊക്കെ കമ്മോഡിറ്റി ബോർഡ്സ് പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്നു, പരിശോധിക്കേണ്ടി വരും. എങ്ങനെയാണ് കേരളത്തിനുള്ളിൽ ഈ തേങ്ങ വെക്കുന്നതും ബാക്കിയുള്ള വെക്കുന്നതും ഒക്കെ സർക്കാർ റെഗുലേറ്റർ മാർക്കറ്റിൽ മാത്രം പാടുള്ളൂ എന്ന് ഇവിടെ നിയമം അതിനനുസരിച്ച് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിവിടെ നടപ്പാക്കാൻ പറ്റുമോ? മന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ്. ഛത്തീസ്ഗഡിലും മറ്റ് സ്റ്റേറ്റുകളിലും പാസ്സാക്കിയിരിക്കുന്ന നിയമം എന്താണ് സാർ? കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന നിയമത്തിന്റെ ഭേദഗതിയാണ്. APMC ആക്ട് നിലനിൽക്കുന്ന സ്റ്റേറ്റുകളിലാണ് പാസ്സാക്കിയിരിക്കുന്നത്. അവർ പുതിയ നിയമമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. APMC ആക്ടിന്റെ കേന്ദ്രം കൊണ്ടുവന്നിരിക്കുന്ന അമെൻമെന്റ് ആണ്. അത് പ്രസിഡന്റ് അസന്റിന് അയച്ചിരിക്കുകയാണ്. അത് ആക്ടായിട്ട് വന്നിട്ടില്ല. കേരളത്തിന്റെ പ്രശ്നം എന്താണ്? കേരളത്തിന് APMC ആക്ട് ഇല്ല. അതിന് പകരമായിട്ടൂടെ മണ്ടികളില്ല. ഇവിടെ നമ്മുടെ നെല്ലും കൊപ്രയും എങ്ങനെയാണ് സംഭരിക്കുന്നത്? മണ്ടികളിൽ നിന്നാണോ?
പാലക്കാടും അതുപോലെ തന്നെ തൃശ്ശൂരിലും ഈ പിന്നെ ആലപ്പുഴയിലും നമ്മൾ നെല്ല് കൃഷിക്കാർ നേരിട്ടല്ലേ. മണ്ഡി സമ്പ്രദായം വേണ്ട എന്ന് 2003 നിങ്ങളുടെ ഗവൺമെന്റ് കാലത്ത് തീരുമാനിച്ചില്ലേ? എന്താ തീരുമാനിക്കാൻ കാരണം? ഇവിടെ ആ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ്. ആ നിയമം ഇല്ലാത്തതുകൊണ്ട് APMC ആക്ട് അമെൻമെന്റ് നമ്മൾ കൊണ്ടുവന്നില്ല. എന്നാൽ ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? കേന്ദ്രം ചെയ്യാത്ത കാര്യം 16 ഇനം പച്ചക്കറികൾക്ക് പിന്നെ പെരിഷബിൾ പ്രൊഡക്റ്റുകൾക്ക് ഇന്ത്യയിൽ ആദ്യമായി താങ്ങുവില നിശ്ചയിച്ച ഗവൺമെന്റ് ആണ്. അതെ സാർ, ഞാൻ പറയട്ടെ, ഞാൻ അങ്ങ് പറഞ്ഞൊരു കാര്യം, അങ്ങ് ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയാണ്. ഒരു കാര്യം അല്ല, ആരോപണമല്ല, അങ്ങ് ഒരു കാര്യം കൂടെ പറയാം. മറ്റൊരു കാര്യം, ഇവിടെ മറ്റ് പ്രധാനപ്പെട്ട ക്രോപ്പുകളെല്ലാം തന്നെ റബ്ബർ ബോർഡ്, സ്പൈസസ് ബോർഡ്, പിന്നെ കോഫി ബോർഡ്, എല്ലാ കമോഡിറ്റി ബോർഡുകളാണ് ഇവിടെ എല്ലാ കാര്യം നിശ്ചയിക്കുന്നത്. മറ്റ് ക്രോപ്പുകളുമായി ബന്ധപ്പെട്ട നിയമത്തിന് ഡ്രാഫ്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആവശ്യമായിട്ട് വന്നാൽ ഓർഡിനൻസ് ഇറക്കാൻ കഴിഞ്ഞ ഓർഡിനൻസ് ഇറക്കും. അതുകൊണ്ട് അത് ധൃതി പിടിക്കേണ്ട കാര്യമില്ല. കേന്ദ്ര ഗവൺമെന്റ് നിയമത്തിൽ സ്റ്റേ ചെയ്തിരിക്കുകയാണ് സുപ്രീം കോടതി. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഉചിതമായ ഒരു നിയമം ഗവൺമെന്റ് കൊണ്ടുവരികയും ചെയ്യും. അതിന് മറ്റ് സ്റ്റേറ്റിൽ ചെയ്ത പോലെ APMC ആക്ട് അവിടെ ഉള്ളത് കൊണ്ടാണ് ധൃതി പിടിച്ചങ്ങ് നിയമം കൊണ്ടുവരേണ്ടി വന്നത്. ഇവിടെ സാഹചര്യത്തിൽ ഗവൺമെന്റ് കൊണ്ടുവരും. അങ്ങനെ എക്സ്പെർട്ട് കമ്മിറ്റിയെ വെച്ചല്ലോ, ആ റിപ്പോർട്ട് കിട്ടിയോ? എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ആ റിപ്പോർട്ട് മേശപ്പുറത്ത് വെക്ക, ഞങ്ങളത് കാണട്ടെ, ഞങ്ങളോട് അറിയട്ടെ. അല്ല, ആ കമ്മിറ്റി മന്ത്രിസഭ പരിശോധിച്ച ശേഷം മേശപ്പുറത്ത് വയ്ക്കാം. അത് ഞങ്ങൾ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കുക, ഞങ്ങൾ ചർച്ച ചെയ്യേ, പരിശോധിച്ച് മേശപ്പുറത്ത് വയ്ക്കാം. സാർ, ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, സാർ ഇവിടെ വിഴിഞ്ഞത്തെ പറ്റി റിപ്പോർട്ടുണ്ടായി, CNTG റിപ്പോർട്ട്. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഇവിടെ ജുഡീഷ്യൽ അന്വേഷണത്തിന് വിട്ടു. അങ്ങനെയായിരുന്നു ഭൂരിപക്ഷമുള്ള ഗവൺമെന്റ് വിഴിഞ്ഞൻ റിപ്പോർട്ടിന്റെ ആ പാരഗ്രാഫ് എടുത്തു കളയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസ്സാക്കാമായിരുന്നില്ലേ? സാർ, ഇതിൽ മാത്രം എങ്ങനെ ഇതുണ്ടാകുന്നു? സാർ, എങ്ങനെ ഇതിവിടെ ഉണ്ടാകുന്നു? അപ്പോൾ ഇതൊരു യു ആർ ക്രിയേറ്റിംഗ് എ ബാഡ് പ്രസിഡന്റ്, യു ആർ ചലഞ്ചിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് ഒരിക്കലും ഒരു ജനാധിപത്യത്തിന് ഭൂഷണമായ ഒരു കാര്യമല്ല. ഇവിടെ ഇത് നിങ്ങൾ ഭരണഘടനയെ എൻക്രോച്ച് ചെയ്യുകയാണ്. സാർ, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കേണ്ടതാണ്. ഭരണഘടനയെ അനുസൃതമായി പ്രവർത്തിക്കുന്ന CNTG, ഞങ്ങൾക്ക് CNTGയുടെ വക്കാലത്ത് എന്താ? നാളെ ഗവൺമെന്റുകൾ മാറി മാറി വരും. CNTG റിപ്പോർട്ടുകൾ ഉണ്ടാകും. ആ റിപ്പോർട്ടുകളിൽ ഗവൺമെന്റിനെ വിമർശിച്ചു കഴിഞ്ഞാൽ ആ വിമർശനം സഹിക്കവയ്യാതെ നിയമസഭയിൽ കൊണ്ടുവന്നൊരു പ്രമേയം പാസാക്കുന്ന അസഹിഷ്ണുതയും അതോടൊപ്പം തന്നെ ഭയവും ഏകാധിപത്യപരവുമായൊരു നടപടിയായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്. നാളെ ഈ സംസ്ഥാനത്തെ ഗവൺമെന്റുകൾ മാറി വരും. ഓരോ ഗവൺമെന്റുകളെയും വരവ് ചെലവ് കണക്കുകൾ CNTG പരിശോധിക്കും. ഗവൺമെന്റുകളെ കുറ്റപ്പെടുത്തുമ്പോൾ അതെന്താണ് എന്ന് നോക്കാതെ, അത് പരിശോധിച്ച ശേഷം നിയമപ്രകാരം വ്യവസ്ഥാപിതമായ മാർഗത്തിൽ നിങ്ങൾക്ക് PSC പോകാമല്ലോ, PSC ചർച്ച ചെയ്യാമല്ലോ, അത് ഈ സഭയ്ക്ക് ചർച്ച ചെയ്യാമല്ലോ. അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും നിയതമായി നിലവിലിരിക്കുമ്പോൾ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഐ ആം ദ സ്റ്റേറ്റ്, ഞാനാണെല്ലാം, എന്നെ ആരും വിമർശിക്കാൻ പാടില്ല. ആ കാര്യം AKG സെന്ററിൽ നടക്കുന്ന പാർട്ടി യോഗത്തിൽ മതിയെന്ന് പിണറായി വിജയനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് കേരളമാണ്. ഇവിടെ ആളുകൾ ചോദ്യം ചെയ്യും, അഭിപ്രായങ്ങൾ പറയും, വിമർശിക്കും. ആ വിമർശനമാണ് dissent is the essence of democracy. അതാണ് പ്രധാനപ്പെട്ട. നിങ്ങളുടെ തെറ്റുകൾ, നിങ്ങളുടെ കുറ്റങ്ങൾ, മസാല ബോണ്ടിൽ നിങ്ങൾ ചെയ്ത തെറ്റുകൾ CNTG ചൂണ്ടിക്കാണിക്കുമ്പോൾ അസഹിഷ്ണുത മൂത്ത് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത ഒരു അൺപ്രീസിഡന്റഡ് സിറ്റുവേഷൻ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. അത് ഇന്ത്യൻ ഭരണഘടനയെ മാരകമായി പരിക്കേൽപ്പിക്കുന്നു. You are trying to weaken the constitution. You are trying to weaken the institutions. You are trying to weaken the democracy. അത് ഏകാധിപത്യ ഭരണത്തിൽ മാത്രമേ നടക്കൂ. ഈ സംസ്ഥാനത്ത് നടക്കുന്നത് രാജഭരണമാണോ? ചിലർക്കൊക്കെ തെറ്റിദ്ധാരണയുണ്ട്, അപ്പുറത്തുള്ളവർക്ക് എന്തോ രാജാവ് നാട് ഭരിക്കുകയാണെന്ന്. ഒരു രാജാവല്ല ഭരിക്കുന്നത്, ജനങ്ങളാണ് ഭരിക്കുന്നത്. ജനങ്ങൾ ഭരിക്കുമ്പോൾ ജനങ്ങളെ നിയന്ത്രിക്കുന്ന ഭരണഘടനയാണ്. ആ ഭരണഘടനയെ വീക്കം ചെയ്തുകൊണ്ട് നിങ്ങൾ നടത്തുന്ന നടപടിയാണിത്. സർ, CNTG ഭരണഘടനാ സ്ഥാപനമാണ്.
ഭരണഘടനാനുസൃതമായാണ് പ്രവർത്തിക്കുന്നത്. അതിനെതിരെ നിയമസഭ പ്രമേയം പാസാക്കുന്നത് ഭരണഘടനാ പ്രകാരമുള്ള പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതായിരിക്കും. CNDAG റിപ്പോർട്ടിൽ പെശകുണ്ടെങ്കിൽ അതിന് പരിഹരിക്കാനുള്ള മാർഗങ്ങളൊന്നും സ്വീകരിക്കാതെ നിങ്ങളുടെ അഴിമതികളും കൊള്ളകളും മൂടിവെക്കാൻ വേണ്ടി നിങ്ങൾ ഈ നിയമസഭയെ ഉപയോഗപ്പെടുത്തുന്നത് ശരിയല്ല. നിങ്ങൾ പലതവണ CNDAG റിപ്പോർട്ട് കിഫ്ബിയെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞ എന്താണ്? കിഫ്ബിയുടെ ഓഡിറ്റ് വേണ്ട, 14(1) ഓഡിറ്റ് മതി, 20(1) ഓഡിറ്റ് വേണ്ട നിങ്ങൾ പറഞ്ഞില്ലേ? അപ്പൊ ഓഡിറ്റ് വേണ്ട എന്നുള്ള നിലപാടാണ് നിങ്ങൾക്കുള്ളത്. മസാല ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണ്. അതിവിടെ പ്രമേയം പാസ്സാക്കിക്കൊണ്ടില്ലാതാകുന്നില്ലല്ലോ. സർ, ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? കരടിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ അന്തിമ റിപ്പോർട്ടിൽ അതിൽ ഉൾപ്പെടുത്താത്ത കാര്യങ്ങൾ അന്തിമ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നു. സർ, ഇവിടുത്തെ റെക്കോർഡുകൾ പരിശോധിക്കാം. പാമോലി കേസിൽ കരട് റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനെ പറ്റി പരാമർശിച്ചിരുന്നില്ല. അദ്ദേഹം ഡൽഹിയിൽ ഇറക്കുമതിക്കാരുമായി ചർച്ച നടത്തിയെന്നും കരുണാകരനാണ് ക്രമക്കേട് ഉത്തരവാദിയെന്നും ഫൈനൽ റിപ്പോർട്ടിൽ പരാമർശമുണ്ടായി. അത് പൊക്കിപ്പിടിച്ച് സമരം ചെയ്ത ആളുകളാണ് അപ്പുറത്തുനിന്ന് ഗവൺമെന്റിലുള്ളത്. നിങ്ങളായിരുന്നു അന്ന് കരുണാകരനെതിരെ ഏറ്റവും വലിയ സമരം ചെയ്തത്. അന്ന് കരുണാകരന് വേണമായിരുന്നെങ്കിൽ ഇപ്പൊ പിണറായി വിജയൻ ചെയ്ത പോലെ പ്രമേയം പാസാക്കി അത് നീക്കം ചെയ്യാൻ കഴിയുമായിരുന്നില്ലേ? കരുണാകരൻ അത് ചെയ്തോ? അദ്ദേഹം എല്ലാ പ്രക്ഷോഭങ്ങളെയും നേരിടുകയല്ലേ ചെയ്തത്? സോ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, you are doing your act is an unconstitutional act. ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ്. CNDAG ഞങ്ങളുടെ അളിയനോ ചിറ്റപ്പനോ ഒന്നുമല്ല. ഞങ്ങളുടെ ഭരണഘടനാനുസൃതമായി ഒരു സ്ഥാപനം പ്രവർത്തിക്കുമ്പോൾ ആ സ്ഥാപനത്തെ വീക്കം ചെയ്യുന്നത് it is equal to weaken the constitution. You are setting a bad precedent. അതാണ് ഞങ്ങൾ പറയുന്നത്. അത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ ഭരണഘടനയോടും ഈ സഭയോടും ഈ നാടിനോടും ഈ ജനങ്ങളോടും ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായിരിക്കും. ദാറ്റ് ഈസ് വൈ വി ആർ പോയിന്റിംഗ് ഔട്ട് ദിസ്. അതാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടിരുന്നത്. ഇനിയെങ്കിലും ഐ തിങ്ക് ദാറ്റ് ദ സെൻസ് വിൽ പ്രിവെയിൽ ഇൻ എ ഡെമോക്രാറ്റിക് ഒരു സംസ്ഥാനത്ത്, രാജ്യത്ത് ഭരണഘടന പറയുന്ന കാര്യങ്ങൾ ചെയ്യാതെ ഭരണഘടനയെ പോലും വെല്ലുവിളിക്കുന്ന ഈ നടപടികൾ ഒരിക്കലും യോജിച്ച നടപടിയല്ല. ഈ പ്രമേയം പിൻവലിക്കണം. കാരണം നാളെ ഇനിയും അധികാരത്തിൽ വരുന്ന മറ്റൊരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് വരവ് ചെലവ് കണക്കുകളെ പറ്റി CNDAG പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ബാധകമല്ല. അത് ഡൽഹിയിൽ ഇരിക്കുന്ന BJP ഗവൺമെന്റ് ആയതുകൊണ്ട് ഞങ്ങളെ അപകടപ്പെടുത്താൻ വേണ്ടിയാണ്, ഞങ്ങളുടെ വികസനം തടസ്സപ്പെടുത്താനാണ് എന്ന് പറഞ്ഞ് പുകമറയുണ്ടാക്കി നിങ്ങൾ ഭരണഘടന. ഇവിടെ മിനിങ്ങാന്ന് ഈ വിഷയത്തിൽ 2 മണിക്കൂർ അടിയന്തര പ്രമേയം ചർച്ച നടന്നു. ഇന്നലെ വീണ്ടും പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ മീതെ ഈ വിഷയത്തിന്മേൽ ചർച്ച നടന്നു. ഇതൊന്നും മതി വരാഞ്ഞിട്ട് 2 പുസ്തകങ്ങൾ ഇന്ന് ധനകാര്യമന്ത്രി ഇത് സംബന്ധിച്ച് ഇറക്കി. ഇതുവരെ കാണാത്ത ഒരു കാര്യമാണ്. പത്രത്തിൽ വന്ന വാർത്തകൾ, അദ്ദേഹത്തിൻ്റെ വാർത്തകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ വന്നു. എന്നിട്ടും മതി വരാഞ്ഞ്, എന്നിട്ടും ജനങ്ങൾക്ക് ബോധ്യമായില്ല. തങ്ങളുടെ നിലപാട് ശരിയാണ് എന്ന് അവർക്ക് തന്നെ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് വീണ്ടും ഇന്ന് ലൈവ് ടെലികാസ്റ്റ് വെച്ച് ഈ പ്രമേയം കൊണ്ടുവന്നതെന്ന് അങ്ങക്ക് മനസ്സിലായിട്ടുണ്ടോ? 100 VD സതീശൻ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ഇന്നലെ ബഹുമാനായ എത്തിക്സ് കമ്മിറ്റി ചെയർമാൻ നമ്മുടെ പ്രദീപ് കുമാർ അവതരിപ്പിച്ച പ്രമേയത്തിലുള്ള ചർച്ച, ഈ 2 ചർച്ചകളിലും മുഖം നഷ്ടപ്പെട്ടു പോയ അങ്ങയോട് ചോദിക്കാനായിട്ടാണ് സാർ. നമ്മൾ 2-3 ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നു VD സതീശൻ MLA പറഞ്ഞത്. ജനങ്ങൾ കൂടുതൽ നന്നായി ഇത് ബോധ്യപ്പെടട്ടെ സാർ, ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ ജനങ്ങൾ അറിയട്ടെ സാർ. ഒരു ബോഡി കോർപ്പറേറ്റായ കിഫ്ബിക്ക് പുറത്ത് നിന്ന് കടമെടുക്കാൻ കഴിയില്ല. എൻ്റെ ഒരു പുതിയ സാമാജിക എന്ന നിലയിൽ വളരെ സീനിയറായ ഒരു സാമാജികനാണല്ലോ അങ്ങ്, പ്രതിപക്ഷ നേതാവാണല്ലോ. എൻ്റെ ഒരു സംശയമാണ്, ഒരു ബോഡി കോർപ്പറേറ്റ് അല്ലേ, പുറത്ത് നിന്ന് വായ്പ എടുക്കാൻ കഴിയില്ലേ എന്നൊരു ചോദ്യം. പിന്നെ ഫെമ നിയമപ്രകാരം നമുക്ക് വായ്പ എടുക്കാൻ അവകാശമുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെന്റ് ഇനി അനൗൺസ് ചെയ്യാൻ പോകുന്ന ബജറ്റിൽ ഡെവലപ്മെന്റ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം വരുന്നതായിട്ട് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? കേരളത്തിലെ മികച്ച മാതൃകകൾ എപ്പോഴും തന്നെ കോപ്പി ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റ് കിഫ്ബി പോലെ 100 കോടിയിൽ പരം ഇൻഫ്രാസ്ട്രക്ചർ മുതൽ മുടക്കുള്ള പ്രോജക്റ്റുകൾക്ക് വേണ്ടി ഡെവലപ്മെന്റ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു സ്ഥാപനം കൊണ്ടുവരുന്നതായിട്ട് അങ്ങയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? അല്ല പ്രതിഭാരി, നമ്മൾ തമ്മിൽ ഒരു തർക്കം വലിയ കാര്യത്തിലൊന്നും. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വ്യവസ്ഥാപിതമായി
നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സ്വീകരിക്കാൻ ഇവിടെ ഒരു മാർഗമുണ്ട്. ആ മാർഗം സ്വീകരിക്കാതെ ഭരണഘടനാ പ്രകാരമല്ലാതെ അൺപ്രീസിഡന്റഡായി ഈ ദ ഫ്ലോർ ഓഫ് ദ ലെജിസ്ലേച്ചർ ഈസ് മിസ്യൂസിങ് ബൈ ദ ഗവൺമെന്റ്. അതാണ് ഞങ്ങളുടെ പ്രശ്നം. അല്ലാണ്ട് കടമെടുക്കുന്നതിനെ സംബന്ധിച്ച് ഓഫ് ബഡ്ജറ്റ് കടമെടുക്കുന്നില്ല, അതൊക്കെ എടുക്കുന്നുണ്ട്. ബോഡി കോർപ്പറേറ്റ് എടുക്കുന്നില്ല, അതൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സാർ, ഇവിടെ പ്രശ്നം എന്താണ്? വൈ യു ആർ മിസ്യൂസിങ് ദിസ് ഹൗസ്? ബിക്കോസ് യു ഹാവ് എ മ്യൂട്ട് മെജോറിറ്റി. ഇവിടെ സതീശൻ പറഞ്ഞ പോലെ അടിയന്തര പ്രമേയം ചർച്ച ചെയ്തു, ജനങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. നമ്മുടെ പ്രദീപിന്റെ എത്തിക്സ് കമ്മിറ്റി ചർച്ച ചെയ്തു, അതും കണ്ടു. ഇന്നിപ്പോ ഇവിടെ പേപ്പർലെസ് അസംബ്ലി ആണല്ലോ ഇപ്പൊ. അത് 2 ബുക്ക് ഇവിടെ ഇറങ്ങി, അത് ഇനി ഒന്ന് വായിക്കണം. ഇന്ന് രാവിലെയാ കിട്ടിയത്. ഇതൊക്കെ ഇറങ്ങിയിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് എന്നാ പിന്നെ മുഖ്യമന്ത്രി എന്തിനാണ് പാവത്തിനെ കൊണ്ട് ഈ വേഷം അങ്ങ് കെട്ടിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ മുഖ്യമന്ത്രിയെ കൊണ്ടൊരു വേഷം കൂടെ കെട്ടിച്ചൊരു പ്രമേയം. നെവർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ദിസ് കൈൻഡ് ഓഫ് എ റെസൊല്യൂഷൻ ഹാസ് ബീൻ മൂവ്ഡ് ബൈ എനി ചീഫ് മിനിസ്റ്റർ ഓർ പാസ്ഡ് ബൈ എനി ലെജിസ്ലേഷൻ. ഉണ്ടായിട്ടില്ല. സോ യു ആർ സെറ്റിംഗ് എ ബാഡ് പ്രീസിഡന്റ്. It will weaken the democracy. That is why we are objecting it, sir. Thank you. Finance Minister. Sir. കഴിഞ്ഞ അതേ ഇരുന്നു പ്ലീസ്. CNDG ഇല്ല ചർച്ചയ്ക്ക് എഴുതി തന്നിരുന്നു, അവർ എഴുതി തന്നില്ലല്ലോ. കോടതിയല്ല, വാദങ്ങൾ കേട്ട് എന്നോട് ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ. ഇല്ലാത്ത കോടതി വിധി വന്നപ്പോൾ ഹൈക്കോടതി ജഡ്ജിയെ പ്രതീകാത്മകമായി നാട് കടത്തിയ അതേ ഓർമ്മയാണ് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ CAG റിപ്പോർട്ടിൽ വെച്ചപ്പോൾ ഇപ്പോൾ ഇന്ന് ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്നവർ കാണിക്കുന്നതെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട MLA, ഞാനിപ്പോ അതൊന്നും അല്ല ചർച്ച ഈ ഖാദർ എഴുതി തന്നിരുന്നു, ഞാൻ അദ്ദേഹം സംസാരിച്ചു. 2 വാക്ക് പറഞ്ഞോളൂ. പ്രതിപക്ഷ നേതാവ് കൺക്ലൂഡ് ചെയ്തെന്ന് ഞാൻ കരുതി. സാർ, ഈ പ്രതിപക്ഷ നേതാവും അതുപോലെ സഭയിലെ മറ്റ് പ്രതിപക്ഷ മെമ്പർമാരും പറഞ്ഞ എല്ലാ വാദഗതികളോടും യോജിച്ചുകൊണ്ട് 2 വാക്ക് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒന്ന്, ഈ പ്രമേയത്തിൽ തന്നെ ആദ്യത്തെ 1-2 ഖണ്ഡികകൾ പ്രധാനമായും ഈ CNDGക്കെതിരായിട്ടുള്ള പരാതികളും അലിഗേഷൻസുമാണ്. എന്നാൽ ഈ പ്രമേയത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രമേയം എന്തിനു കൊണ്ടുവന്നു എന്നതിന് 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, സ്റ്റേറ്റ് ഫൈനാൻസ് ഓഡിറ്റ് റിപ്പോർട്ട് 2019 മേൽ പരാമർശങ്ങൾ CAG ഓഡിറ്റ് റെഗുലേഷനുകൾ സാമാന്യ നീതി ഒന്നതാണ്. സാമാന്യ നീതി ഒരു ഗവൺമെൻറ്റിൻ്റെ ഏത് വിധത്തിലുള്ളതായാലും വരവ് ചെലവ് കണക്കുകളെ പരിശോധിച്ച് ഗുണദോഷങ്ങൾ വിലയിരുത്തി ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കലാണ് സാമാന്യ നീതി എങ്കിൽ അതിവിടെ ലംഘിക്കപ്പെട്ടിട്ടില്ല. രണ്ടാമത്തെ കാര്യം, പ്രൊഫഷണൽ സമീപനം. CNDG വളരെ പ്രൊഫഷണലായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സമീപനം തന്നെയാണ് ഇതിലും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ കാരണവും തെറ്റാണ്. മൂന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രീയ നിഷ്പക്ഷത. രാഷ്ട്രീയമായ യാതൊരു സ്വഭാവ സവിശേഷതകളും CNDGയിൽ ചാർത്തി കൊടുക്കാൻ പാടില്ല. അവർക്ക് രാഷ്ട്രീയമില്ല. അതുകൊണ്ട് രാഷ്ട്രീയ നിഷ്പക്ഷത എന്നൊരു പ്രശ്നം CNDG ഓഡിറ്റിംഗ് പോലുള്ള പ്രശ്നങ്ങളിൽ വരുന്നില്ല. അതുകൊണ്ട് ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഈ പ്രമേയം കൊണ്ടുവരുന്നതെങ്കിൽ ആ 3 കാരണങ്ങളും അടിസ്ഥാനരഹിതമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പ്രമേയത്തെ നിരാകരിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. സർ, CNDG ഒരു കോടതിയല്ല വാദങ്ങൾ കേട്ട് വിധി പ്രസ്താവിക്കാനായിട്ട്. CNDG ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ചർച്ച തുടങ്ങിയ VD സതീശനുമൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ, KC ജോസഫും ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ, ഭരണഘടനയുടെ 149 വകുപ്പ് പ്രകാരം സർക്കാരിൻ്റെയും സർക്കാർ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെയും കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നത്, ആ ഓഡിറ്റ് വിശാലാർത്ഥത്തിലല്ല, അല്ല കണക്കിൻ്റെ കൂട്ടി പെശകുണ്ടോയെന്ന് മാത്രമല്ല, അത് ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് തയ്യാറായി കഴിഞ്ഞാൽ അത് കോടതി വിധിയല്ല, ഈ നിയമസഭയിൽ സമർപ്പിക്കണമെന്നല്ലേ പറയണേ. അങ്ങനെയാണ്. അപ്പോൾ നിയമസഭയിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ CNDG തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സൂചിപ്പിച്ചു. സതീശൻ ഇങ്ങനെ നിയമസഭയിൽ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ
പിന്നെ എങ്ങനെയാണ് പരിശോധന സഭയുടെ ചട്ടപ്രകാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തം, അവിടുത്തെ നിഗമനങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാം, തള്ളാം. അയ്യോ തള്ളിക്കഴിഞ്ഞാൽ എന്താ ഭയങ്കര പാപഭാരം ചെയ്യുന്നു, നമ്മുടെ CNDG അപമാനിക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്താ അർത്ഥം? എത്ര നിഗമനങ്ങൾ നമ്മുടെ PSC ചർച്ച ചെയ്യുന്നു, വേണ്ടെന്ന് വെക്കുന്നു, സർക്കാരിന് വിശദീകരണം ആവശ്യപ്പെടുന്നു, സർക്കാർ നൽകുന്ന ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് നമ്മളിവിടെ പ്രസന്റ് ചെയ്യുന്നു. അപ്പോ ഇത് അന്തിമ വിധിയൊന്നും അല്ല ഇത്. അതുകൊണ്ട് ഈ സഭ ചില പാരഗ്രാഫുകൾ തള്ളി, എന്ന ന്യായത്തിലേക്ക് വരാം, തള്ളി എന്ന് പറയുന്നത് എന്തോ മഹാപരാധം ഈ സർക്കാർ ചെയ്യുന്നു, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നു എന്നൊന്നും പറഞ്ഞു വെക്കല്ലേ. അപ്പോഴും VD സതീശൻ ഉന്നയിച്ച ചോദ്യം പ്രസക്തമാണ്. നിങ്ങളിങ്ങനെ ധൃതി പിടിച്ച് ഇത് തള്ളാൻ നിന്നു കഴിഞ്ഞാൽ PSCയുടെ ഡ്യൂ ഡിലിജൻസ് ഉണ്ടാവില്ലല്ലോ, ക്ലോസ് സ്ക്രൂട്ടിനി നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്. ഇവിടെ നിയമസഭയുടെ ഒരു സമിതി ഇത് പരിശോധിച്ചിട്ടുണ്ട്. പ്രിവിലേജ് കമ്മിറ്റി നിയമസഭയുടെ സമിതിയാണല്ലോ, സതീശനെ സമ്മതിച്ചല്ലോ. ഈ സമിതികളൊക്കെ നമ്മുടെ നിയമസഭയുടെ ഒരു മിനിയേച്ചർ രൂപങ്ങളാണ്. അതുകൊണ്ട് നിയമസഭ തന്നെ നേരിട്ട് പരിശോധിക്കുന്ന കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരു സമിതി പരിശോധിച്ചു. സമിതിയുടെ റിപ്പോർട്ട് ഇവിടെ വെച്ചു. KC ജോസഫ് ചോദിച്ച ചോദ്യങ്ങൾ 2 ഉണ്ടല്ലോ. നിങ്ങളിങ്ങനെ ചെയ്തോ, CNDG ചോദിച്ചോ, വേറെന്തോ. ഞാൻ നോട്ട് ഓഫ് ഡിസെന്റ് വായിക്കായിരുന്നു. ഒരു പ്രതിപക്ഷ അംഗവും സമിതിയിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ചോദിച്ചില്ല നിഗമനത്തോട്. ഒരു സമിതി എങ്ങനെയാണ് ആ പരിശോധന നടത്തേണ്ടതെന്ന് ആ സമിതിയല്ല തീരുമാനിക്കുക. നിങ്ങളിങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ട് സമിതി കേട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ന്യായമായിട്ട് പറയാൻ തള്ളിക്കളഞ്ഞു. ആ സമിതി 3 വട്ടോ 4 വട്ടോ യോഗം ചേർന്ന് സമിതിയുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് തന്നു. റിപ്പോർട്ട് ചർച്ച ചെയ്തു, അടിയന്തര പ്രമേയം ചർച്ച ചെയ്തു. ഇന്നിപ്പോൾ 6 മണിക്കൂർ നേരം ഈ സഭ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന്. ഏത് വിഷയമാണ്, ഏത് വിഷയമാണ് നമ്മുടെ നിയമസഭ ഇത്ര സമയമെടുത്ത് ചർച്ച ചെയ്തിട്ടുള്ളത്? അതുകൊണ്ട് പ്ലീസ് ഞാൻ വഴങ്ങാം, ഈ പറയുന്നൊരു പോയിന്റ് അങ്ങ് തീർത്തോട്ടെ എന്ന്, എന്നിട്ട് ഞാൻ ആർക്ക് വേണമെങ്കിൽ വഴങ്ങും. അപ്പോൾ ഡ്യൂ ഡിലിജൻസ് ഉണ്ട്. സഭയുടെ ഉള്ളടക്കത്തിലേക്ക് കടന്ന് വളരെ വിശദമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇവിടുന്ന് പൊടുന്നതിന് ഞങ്ങളുടെ മഹാഭൂരിപക്ഷം ഉപയോഗിച്ച് ഒരു കടലാസ് പ്രമേയവും കൊണ്ടെന്ന് പാസ്സാക്കിയൊന്നുമല്ല. ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ഞാൻ വഴങ്ങാം. രണ്ടാമത്തെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എന്താണ്, എന്തിനെത്ര ധൃതി? കേന്ദ്രത്തില് CAG ഇങ്ങനെ ഓഫ് ബഡ്ജറ്റ് ബോറോയിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ ഈ പരാക്രമമൊന്നും കാണിച്ചില്ലല്ലോ എന്നല്ലേ പറഞ്ഞു. പിന്നെ PSC പോയി വരട്ടെ എന്ന്, എന്നാ കാത്തു നിന്നാൽ എന്താ കുഴപ്പം? സതീശൻ, ഇത് വാട്ട് ഈസ് എ സ്റ്റേക്ക്? ഇതൊരു ധനകാര്യ സ്ഥാപനമാണ്. ആ ധനകാര്യ സ്ഥാപനം ഈ കേരളത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു 60,000 കോടി രൂപ വായ്പ എടുക്കാൻ ശ്രമിക്കുകയാണ്. 60,000 കോടി രൂപ. അതിൻ്റെ ആസ്തി കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? ഒരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അപ്പോഴാണ് CNDGയുടെ റിപ്പോർട്ട്. ഞാൻ ഈ പോയിന്റ് കഴിഞ്ഞിട്ട് KCക്കും PDക്കും വഴങ്ങാം. എന്താ റിപ്പോർട്ടിൽ പറയുന്നത്? ഇത് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണെന്ന് മാത്രമൊന്നുമല്ല, മസാല ബോണ്ട് വായ്പ എടുത്തത് ഭരണഘടനാ വിരുദ്ധമാണ്. എന്തുകൊണ്ട് ഭരണഘടനാ വിരുദ്ധം? ഷെഡ്യൂൾ 7ന്റെ 1ാം ലിസ്റ്റിലെ 37ാം ഇനം അത് കേന്ദ്ര സർക്കാരിന് മാത്രമേ വായ്പ എടുക്കാൻ അവകാശം നൽകുന്നുള്ളൂ. എന്ത് അസംബന്ധമാണെന്ന്! ഇത് ലെജിസ്ലേറ്റീവ് പവറിനെ കുറിച്ചുള്ളതല്ലേ ഇത്? ഇതുപോലും തിരിച്ചറിയാത്ത CAGക്ക് അറിയാത്തതൊന്നുമല്ല, അത്രക്ക് ധൃതിയില്ല ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതിന്റെ സാമാന്യ നടപടിക്രമങ്ങൾ പാലിക്കാതെ ഇതാണോ പ്രൊഫഷണൽ അപ്രോച്ച്? ഇതാണോ നിങ്ങളുടെ നീതി, സാമാന്യ നീതി, നാച്ചുറൽ ജസ്റ്റിസ്? ഇത് എഴുതി വെക്കുന്നതിന് മുമ്പ് സർക്കാരിനോടൊന്ന് ചോദിക്കേണ്ടത്. ഞങ്ങൾ കൊടുക്കില്ല വിശദീകരണം.
ചോദിച്ചില്ലല്ലോ. അതുകൊണ്ട് സാമാന്യ നീതി പാലിച്ചില്ല. വെർ ഈസ് ദ പ്രൊഫഷണലിസം എന്ന് ഈ 7ാം ലിസ്റ്റ് 7ാം ഷെഡ്യൂളിൽ 1ാം ലിസ്റ്റ് 37ാം ഇനം വായ്പ എടുക്കാനുള്ള അധികാരം കേന്ദ്രത്തിന് കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ പ്രൊഫഷണലിസം. രാഷ്ട്രീയ നിഷ്പക്ഷതയെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം അവസാനം. ആ വാക്കുകളൊക്കെ എണ്ണിക്കുറിച്ചാണ് ആ പ്രമേയത്തിലുള്ളത്. അപ്പോ എന്തായിരുന്നു സതീശൻ നേരത്തെ പറഞ്ഞ എന്തായാലും അഴിമതി ഉണ്ടോന്ന് നിഗമനം അതുപോലത്തെ ഒന്നായത് എന്താ പറഞ്ഞിരിക്കുന്നത്? മസാല ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണ്. പോട്ടെ, ഇനിയിപ്പോൾ മസാല ബോണ്ട് ഇറക്കാൻ പറ്റില്ലെന്നുള്ളൂ, അത് സമ്മതിക്കാം. മറിച്ച് കിഫ്ബിയുടെ മുഴുവൻ ബോറോയിങ്സും ആർട്ടിക്കിൾ 293 വിരുദ്ധമാണ്. അത് ഭരണഘടന ലെജിസ്ലേറ്റീവ് അപ്രൂവൽ പോലും ഇല്ലാത്തതാണെന്ന് നിഗമനം എഴുതി വെക്കുകയാണ്. എന്നിട്ട് ഈ ധനകാര്യ സ്ഥാപനത്തിൽ പ്രവർത്തിക്കാൻ പറ്റൂ? എവിടെയെങ്കിലും വായ്പ എടുക്കാൻ പറ്റൂ? പിന്നെ PSCയുടെ ചർച്ച പരിശോധന അതൊക്കെ നടത്തി ഒരു കാലത്ത് വരട്ടെ എന്ന് വെച്ച് കാത്തു നിൽക്കണോ? ഈ സംസ്ഥാനത്തിന്റെ വികസനത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങണോ? എന്താ കേന്ദ്ര CAG ഇതാ എന്നേലുണ്ട്, CAG റിപ്പോർട്ട് അവിടെ വെച്ചതിൻ്റെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണെന്ന് പറഞ്ഞ് വളരെ കറക്റ്റ്. ആ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ചേർത്ത് കഴിഞ്ഞാൽ ധനക്കമ്മി ഇതെല്ലാം ഇതിനേക്കാൾ വളരെ ഉയരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് തുടരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട BD സതീശൻ നിർമ്മല സീതാരാമന്റെ ആദ്യത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ അവരെടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം അത് പുതിയ കാര്യമല്ല. പറഞ്ഞിട്ടും 1,87,000 കോടി രൂപ കഴിഞ്ഞ വർഷം ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ഉണ്ട്. എന്നിട്ട് നിർമ്മല സീതാരാമൻ പറയാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നല്ല, ഇങ്ങനെ ഒന്നുണ്ട്, അത് നമ്മൾ കുറച്ചു കൊണ്ടുവരേണ്ടതാണ്. അതുകൊണ്ട് ഇനിമേൽ തൻ്റെ ബഡ്ജറ്റിൽ ഇത് അനുബന്ധമായിട്ട് ഈ കണക്ക് കൊടുക്കും. അങ്ങനെ ഈ കണക്കുകൾ 1,87,000 കിട്ടിയത്. കേന്ദ്ര ബഡ്ജറ്റൊന്നും തകർന്നു പോകുന്നില്ല, പരിഭ്രാന്തി വേണ്ട. CAG പറയുന്നതിന് മുമ്പ് അവർ തന്നെ പറഞ്ഞതാ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ഫിനാൻസ് റിപ്പോർട്ട് എടുത്ത് നോക്കിയോളൂ, അതിൽ കൃത്യമായിട്ട് കൊടുക്കണ്ടല്ലോ ഇതിനേക്കാൾ അപ്പുറമുള്ളത്. അതും ഇതും എങ്ങനെയാണെന്ന് നേരെയാവാ? ഈ ധനകാര്യ സ്ഥാപനം എങ്ങനെയാണ് വായ്പ എടുക്കാൻ പോകാന്ന്? ഡെമോക്രാസിന്റെ വാള് പോലെ ഈ വായ്പകളെല്ലാം ഭരണഘടനാ വിരുദ്ധമാണ് എന്നൊരു നിഗമനത്തെ ഈ സർക്കാർ, ഈ സഭ തള്ളിക്കളഞ്ഞില്ലെങ്കിൽ ആ സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് അപ്പൊ അതുകൊണ്ടാണ് PSC വഴി വരേണ്ട ക്രമം പോലെ ആവില്ല. ഇപ്പൊ തന്നെ നമ്മളിത് പ്രമേയം മുഴുവന് നിരാകരിക്കണം, ഒരു മെസ്സേജ് കൊടുക്കണം തീരുമാനിച്ചു. ഇനി പറഞ്ഞു സാർ, എത്ര ദുർബലമായ വാദമാണ് അങ്ങ് ഉയർത്തുന്നത്. ആദ്യം പറഞ്ഞത് എന്തിനാണ് PSCയിൽ പോകുന്നത്? പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി ഇത് പരിശോധിച്ചിട്ടുണ്ടോന്ന്. പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ ജോലി CAG അക്കൗണ്ട്സ് പരിശോധിക്കലാണോ? അവർ ഏത് ആംഗിളാണ് പരിശോധിക്കേണ്ടത്? അങ്ങ് ഈ CAG റിപ്പോർട്ട് ചോർത്തിക്കൊടുത്ത കാര്യം ബ്രീച്ച് ഓഫ് പ്രിവിലേജ് ആണ് നിയമസഭയുടെ എന്ന് ഞാൻ കൊടുത്ത നോട്ടീസിലെ കാര്യമാണ് അവർ പരിശോധിക്കേണ്ടത്. അല്ലാതെ CAG റിപ്പോർട്ട് പരിശോധിക്കുന്ന ജോലി പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയിലല്ല. അവരുടെ അതേ ജോലിയാണോ PSC അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. ഈ നിയമസഭയുടെ 5 വർഷം ഇതിന്റെ ചെയർമാനായിരുന്ന ആളാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് PSC പരിശോധിക്കുന്നത് എങ്ങനെയാണ്? PSCക്ക് നടപടിക്രമം ഇല്ലേ? അങ്ങക്ക് എല്ലാ നടപടിക്രമവും അറിയാം. അതിൻ്റെ ഒരു വശത്ത് ഗവൺമെന്റ് കമ്മിറ്റിയുടെ, വലതുവശത്ത് ഗവൺമെന്റ്, ഇടതുവശത്ത് AGയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാർ, രണ്ടുപേരുടെയും വാദങ്ങൾ കേട്ടിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു നടപടിക്രമമാണോ ഈ എത്തിക്സ് കമ്മിറ്റി ചെയ്തത്? ആ പറയുന്നതിൽ എന്താണ് അർത്ഥം? അങ്ങ് പറയുന്നു ഇന്നലെയും മിനിങ്ങാന്നുമൊക്കെ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിയാവുന്നതാണ് അങ്ങയുടെ ധാരണ. CAG റിപ്പോർട്ടിൽ ഈ ഓഫ് ബഡ്ജറ്റ് കടമെടുപ്പ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് എവിടെയാ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ മസാല ബോണ്ട് വിറ്റ് വിദേശത്ത് നിന്ന് ലോൺ എടുത്തിരിക്കുന്നതാണ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓഫ് ബഡ്ജറ്റ് ലോൺ കേന്ദ്ര ഗവൺമെന്റ് എടുത്താലും സംസ്ഥാന ഗവൺമെന്റ് എടുത്താലും അത് തെറ്റാണ്. കേന്ദ്ര ഗവൺമെന്റിനെതിരായി രൂക്ഷമായ വിമർശനമാണ്. അവരുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റും
റവന്യൂ ഡെഫിസിറ്റും തെറ്റായി കാണിച്ചിരിക്കുന്നു. അത് രാജ്യത്തിന് തെറ്റായ മെസ്സേജാണ്. ഇറ്റ് ഈസ് എ ഫ്രോഡ് ഓൺ ദി FRBM ആക്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അന്ന് പറയാണ് കിഫ്ബിയെ കുറിച്ച് മിണ്ടാൻ പാടില്ല, കിഫ്ബിയെ കുറിച്ച് ഓഡിറ്റ് ചെയ്യാൻ പാടില്ല, കിഫ്ബിയെ കുറിച്ച് ഒരു കമന്റും വരാൻ പാടില്ല, കിഫ്ബിക്ക് ലോൺ കിട്ടൂല. ഞാൻ പറയുന്നില്ല പോളണ്ടിന്റെ കാര്യം, ഞാൻ പറയുന്നില്ല. കിഫ്ബി എന്ന് പറഞ്ഞാൽ കിഫ്ബി മുകളിൽ ആകാശവും താഴെ ഭൂമി അതിർത്തിയായിട്ടുള്ള സ്ഥാപനമല്ല. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് നമ്മൾ ധാരാളം ഡിബേറ്റ് ചെയ്തു. ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യൂ പ്ലീസ്. ഇത് പരസ്പരം കൺവിൻസ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ ശരി, മിനിസ്റ്റർ, നമ്മൾ ഇത് ഡിബേറ്റിങ്ങിനല്ല. ബട്ട് ഇഫ് യു വാണ്ട് എ ക്ലാരിഫിക്കേഷൻ ഫ്രം മീ യു ക്യാൻ റൈസ്. അല്ല, ഈ വിഷയത്തിൽ ആവശ്യത്തിന് നമ്മൾ സംസാരം കഴിഞ്ഞു. ഗവൺമെന്റ് ഒരു പൊസിഷൻ എടുത്തു, പ്രതിപക്ഷം ഒരു വ്യത്യസ്ത പൊസിഷൻ എടുത്തു. ഇനി ഇത് കൺവിൻസ് ചെയ്തുകൊണ്ട് പോകാൻ കഴിയില്ല. ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യണം. ഈ സാഹചര്യത്തിൽ CAG റിപ്പോർട്ടിൻ്റെ 2019 അവസാനിച്ച സാമ്പത്തിക വർഷത്തിലെ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ടിലെ പേജ് 41 മുതൽ 43 വരെയുള്ള കിഫ്ബി സംബന്ധിച്ച പരാമർശങ്ങളും സമ്മറിയിലെ രേഖപ്പെടുത്തലുകളും നിരാകരിക്കുന്നു. സറങ്ങൂടെ പറഞ്ഞ തെറ്റായ വാദഗതിയാണ്. സതീശൻ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ നടപടിച്ചട്ടങ്ങളുടെ റൂൾ 242 അനുസരിച്ച് PACയുടെ ചുമതലയാണ് ഈ റിപ്പോർട്ട് പരിശോധിക്കുക. എത്തിക്സ് കമ്മിറ്റി അല്ല. അവർ നോക്കുന്ന വിഷയം വേറെയാണ്. അങ്ങ് പറഞ്ഞ കമ്മിറ്റി പരിശോധിച്ചു. യു ആർ റീസ്റ്റേറ്റിംഗ് യുവർ പൊസിഷൻസ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റീസ്റ്റേറ്റ് ചെയ്ത് കാര്യമില്ല. നമ്മൾ പോയിന്റ് മനസ്സിലായി, സാറ് പറഞ്ഞതിന്റെ മനസ്സിലായി. PACയുടെ അധികാരം എന്ന് പറയുന്നത് ഒരു ഡെലിഗേറ്റഡ് ഫംഗ്ഷനാണ്. ഈ സഭ ഇങ്ങനെ പരിശോധിക്കാൻ വേണ്ടി ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. അസാധാരണമായ സാഹചര്യം ഞാൻ പറഞ്ഞു. സർ, ഇവിടെ പ്രീമ ഫാസി തെറ്റ് അടിസ്ഥാനരഹിതം എന്ന് പറയുന്നത് ചട്ടവിരുദ്ധമായിട്ടുള്ളത് പ്രഥമ ദൃഷ്ടിയ തന്നെ തള്ളാവുന്നതാണ്. ആർക്കും തർക്കമില്ലല്ലോ, നടപടിക്രമം പാലിച്ചിട്ടില്ല, സംസ്ഥാന സർക്കാരിനെ കേട്ടിട്ടില്ല എന്ന്. ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഇത് ഇങ്ങനെ ഒരു ഭരണഘടനാ വിരുദ്ധമാണ്. അതിലെ റിപ്പോർട്ട് വായിച്ചോണം. ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് തള്ളിക്കളഞ്ഞിട്ട് പിന്നെ പറയുന്നതാണ് സംസ്ഥാന സർക്കാരിന് വായ്പ എടുക്കണമെങ്കിൽ 293 വേണം, അതിന്റെ അനുവാദമില്ല, ഭരണഘടനാ വിരുദ്ധമാണ് ഈ വായ്പയെന്ന്. നോ ലെജിസ്ലേറ്റീവ് അതോറിറ്റി കോമ്പീറ്റൻസ്. സർ, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വെച്ചത്. അപ്പോൾ കുറച്ച് നാളായി ഞാൻ ഇന്നലെ AGയുടെ പേര് പറഞ്ഞു, ഞാൻ പിൻവലിക്കുകയും ചെയ്തു. പറഞ്ഞത് എന്തിനാന്ന് പറയട്ടെ, സതുദ്ദേശം ഇന്നുള്ള AGയെ കുറിച്ചല്ല, അത് വ്യക്തമാക്കാൻ വേണ്ടി മാത്രമേ പേര്. നേരത്തെ ഉണ്ടായിരുന്ന AG ഈ സംസ്ഥാനത്ത് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുമോ വിവാദങ്ങൾ സൃഷ്ടിക്കാം. പത്രങ്ങൾക്ക് AG എന്ന് പറയുന്നില്ല, അവിടെ ചില സ്രോതസ്സുകൾ ചോർത്തിക്കൊടുക്കുക. ഈ ഓഡിറ്റിനെ കുറിച്ച് ഇപ്പോഴും വീണ്ടും പറഞ്ഞല്ലോ പ്രതിപക്ഷ നേതാവ്, ഈ വിവാദങ്ങൾ ബോധപൂർവം ഉണ്ടാക്കി. അത് രാഷ്ട്രീയ നിഷ്പക്ഷതയല്ല കഥ. സോ ഈ സംസ്ഥാനത്തിന്റെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി നിലപാടെടുക്കും. ആൻഡ് ഈ പ്രമേയം അംഗീകരിക്കുന്ന വഴി ഈ നിയമസഭ കേന്ദ്ര സർക്കാരിന് വിവിധ ഏജൻസികൾക്ക് ഒരു സന്ദേശം കൊടുക്കണമെന്ന്, ഒരു മെസ്സേജ്. എന്ത്? സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും നിലപാട് സ്വീകരിക്കും എന്നുള്ള സന്ദേശമാണ് ഈ പ്രമേയം പാസ്സാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യം എന്താണ് പോയിന്റ് ഓഫ് ഓർഡർ ഓൺ റൂൾ 42. സർ, 242. സർ, ഈ റൂൾ 242 പറയുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഡ്യൂട്ടീസിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. സാർ, ഈ പ്രമേയം ഇവിടെ പാസ്സാക്കിയാൽ ഗവർണർക്ക് വേണ്ടി സഭയിൽ ഹാജരാക്കിയ, ധനമന്ത്രി ഹാജരാക്കിയ C&AG റിപ്പോർട്ടാണോ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിക്കേണ്ടത്, അതോ ഇവിടെ ഒരു പ്രമേയം വഴി പാസ്സാക്കാൻ? ഞാൻ എൻ്റെ പോയിൻ്റത് സഭയ്ക്ക് അധികാരമില്ലെന്നാണ്, നിരാകരിക്കാൻ. അതായത് ഗവർണർക്ക് വേണ്ടി ഹാജരാക്കിയ C&AG റിപ്പോർട്ടിലെ ഏതെങ്കിലും പോർഷൻ നിരാകരിക്കാൻ ഈ സഭയ്ക്ക് കോമ്പിറ്റൻ്റ് അല്ല ഈ സഭ എന്നാണ് എൻ്റെ വാദം. സാർ, അങ്ങൊരു ക്ലാരിഫൈ ചെയ്യേണ്ടത് PACക്ക് പരിശോധിക്കേണ്ടത് ഏതാണ്? ഗവർണറുടെ പേരിൽ ഇവിടെ ഈ സഭയിൽ വെച്ച C&AG റിപ്പോർട്ടാണോ,
ഈ പ്രമേയത്തിന്റെ ഭാഗമായി പ്രത്യേക പോർഷൻസ് നിരാകരിച്ച ഇൻകംപ്ലീറ്റ് ആയ CAG റിപ്പോർട്ടാണോ? ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ, വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അങ്ങ് ബഹുമാനപ്പെട്ട ചെയർ ഇക്കാര്യത്തിൽ ക്ലാരിഫൈ ചെയ്യണം എന്ന് ഞാൻ ക്രമപ്രശ്നം ഉന്നയിക്കുന്നു. ഈ സഭയേക്കാൾ വലുതല്ല PACയോ പ്രിവിലേജ് കമ്മിറ്റിയോ വേറെന്തും. ഈ സഭയുടെ ക്രിയേഷൻസ് ആണ്. അതുകൊണ്ട് സഭക്ക് തീരുമാനിക്കാൻ പ്രമേയം പാസ്സാക്കണം. സർ, ഈ സഭ നിയന്ത്രിക്കപ്പെടുന്നത് ഒരു സഭയിലെ ഭൂരിപക്ഷ പ്രകാരമല്ല. ഈ സഭ നിയന്ത്രിക്കപ്പെടുന്നത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പാസാക്കിയ റൂൾസ് ഓഫ് പ്രൊസീജിയറിന്റെ ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ്. അപ്പൊ റൂൾസ് ഓഫ് പ്രൊസീജിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെ ഇങ്ങനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്താൽ അത് ഭരണഘടനയെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. സാർ, അതിന് ഈ സഭയ്ക്ക് അവകാശമുണ്ടോ? എന്താണ് PAC ചെയ്യേണ്ടത് എന്ന് അങ്ങ് വ്യക്തമാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. യെസ്, ബഹുമാനപ്പെട്ട ശ്രീ VD സതീശൻ ഉന്നയിച്ചതുപോലെ PACയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന, അവകാശത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയും ഇവിടെ സ്വീകരിച്ചിട്ടില്ല. നടപടിക്രമങ്ങൾ പാലിക്കാതെ CAG റിപ്പോർട്ട് തയ്യാറാക്കിയെന്ന പ്രശ്നത്തെ കാണാനും അത് ഉന്നയിക്കാനും സഭയ്ക്കുള്ള അവകാശത്തെ ചോദ്യം ചെയ്യാനാവില്ല. തീർച്ചയായിട്ടും രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളോട് ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഉയർന്നു വന്നതൊക്കെ രേഖകളിൽ കിടക്കും. ഈ സഭയുടെ അവകാശം തന്നെയാണ് സഭയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു CAG റിപ്പോർട്ടിൽ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ള വികാരം ഉന്നയിക്കാനും അതിൻ്റെ ഭാഗമായിട്ടൊരു നിലപാട് സ്വീകരിക്കാനും കഴിയുന്നതാണ് എന്നാണ് കരുതുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഇവിടെ പോകുന്നില്ല. റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തേക്ക് പോകുന്നില്ല. സഭയുടെ പ്രമേയം പ്രമേയത്തിനനുസൃതമായിരിക്കും. PAC സഭയുടെ മുകളിലല്ല ശ്രീ സതീശൻ. പ്രമേയം എന്താണ് പറയുന്നത്? പ്രമേയം CAG റിപ്പോർട്ടിലെ പെർട്ടിക്കുലർ പോർഷൻസ് പാരഗ്രാഫ് പറഞ്ഞിട്ടുണ്ട്, ഒഴിവാക്കണം. നിരാകരിക്കപ്പെട്ട ആ ഇൻകംപ്ലീറ്റ് ആയ CAG റിപ്പോർട്ടാണോ PACയുടെ പരിഗണനയ്ക്ക് പോകുന്നത്? അതാണ് അങ്ങ് വ്യക്തമാക്കേണ്ടത്. വളരെ സീരിയസ് ഇഷ്യൂ ആണ്. വരികയാണ്. നടപടിക്രമങ്ങൾ പാലിക്കാതെയും ആവശ്യമായ ക്രമപ്രകാരമല്ലാതെയും തയ്യാറാക്കിയ CAG റിപ്പോർട്ടിലെ ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന് സഭ തീരുമാനിച്ചാൽ അത് ഒഴിവാക്കിയതായിരിക്കും PACയുടെ പരിഗണനയ്ക്ക് വരിക. യെസ് യെസ് യെസ്. സാർ, ഇവിടെയുള്ള പോയിന്റ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത് അതിന്റെ മുകളിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങ് പറഞ്ഞില്ല. വളരെ ക്ലിയർ ആണ്. ഞാൻ പറഞ്ഞല്ലോ, അങ്ങ് കേട്ടില്ല. അല്ല, ഒരു മിനിറ്റ്. ഗവർണർ ഒപ്പിട്ട് ഗവർണർക്ക് വേണ്ടി ധനകാര്യമന്ത്രി ഈ സഭയിൽ അവതരിപ്പിച്ച ഒരു CAG റിപ്പോർട്ടുണ്ട്. അതിനെ പറ്റിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറയേണ്ട റൂൾസ് ഓഫ് പ്രൊസീജിയർ അനുസരിച്ച് PAC പോയി. അങ്ങനെയാണ്. ഇതൊരു അൺപ്രസിഡന്റ് ആയ ഒരു സിറ്റുവേഷൻ ഇവിടെ അറൈസ് ചെയ്യുകയാണ്. ആ CAGയെ കേൾക്കാതെയാണ് ഈ നടപടി. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ PACയുടെ മുമ്പിലേക്ക് ഏത് റിപ്പോർട്ടാണ് പോകുന്നത്? ഗവർണർ ഒപ്പിട്ട് ഇവിടെ ചായച്ച റിപ്പോർട്ടാണോ, അതോ നിയമസഭയിൽ നിന്ന് പാസ്സാക്കുന്ന, അതാണ് ഞാൻ പറഞ്ഞത്, ഭൂരിപക്ഷ പ്രകാരം പാസ്സാക്കുന്ന പ്രധാന ഭാഗങ്ങളെ ഒമിറ്റ് ചെയ്യണമെന്നുള്ള ആ പ്രമേയം പാസ്സാക്കിയ ശേഷമുള്ള ബാക്കിയുള്ള റിപ്പോർട്ടാണോ പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതെ, അതാണ് പറഞ്ഞത്. റൂളിംഗ്. ഒരു മിനിറ്റ് സാർ, ഇതൊരു ഭരണഘടനാപരമായ ക്വസ്റ്റ്യൻ കൂടിയാണ്. സ്പീക്കർ എന്നുള്ള നിലയിൽ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ ഈ ഇഷ്യൂ പറയുന്നു. അങ്ങ് പരിശോധിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇപ്പൊ റൂൾ ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പരിശോധിക്കാം. പക്ഷെ പ്രാഥമികമായിട്ട് കാണേണ്ട കാര്യം, സഭയുടെ മുന്നിൽ വരുന്ന ഒരു റിപ്പോർട്ട് ക്രമപ്രകാരമല്ല എന്നൊരു ഫീല് ഈ സഭയ്ക്ക് എടുക്കാനും അത് അറിയിക്കാനുമുള്ള അവകാശമുണ്ട്. അത്രേ ഉള്ളൂ. ക്രമപ്രകാരമല്ലാത്ത ഒരു റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഈ സഭ ഒരു നിലപാട് സ്വീകരിക്കുന്നതിൽ തെറ്റിയതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഉന്നയിച്ച കാര്യം എന്താണ്? 242(3) റൂളിംഗിന്റെ മുകളിൽ വീണ്ടും പറയണം. സബ്സെക്ഷൻ സി എന്താണ് സർ? 3. It shall be the duty of the committee to consider the report of the Controller and Auditor General in cases where the Governor may have required him to conduct an audit of any receipt or to examine the accounts of stores and stocks. ഗവർണർ നിർദ്ദേശിച്ച പ്രകാരം CAG നടപ്പിലാക്കിയിട്ടുള്ള
അന്വേഷണ റിപ്പോർട്ട് പരിശോധിക്കേണ്ടത് PACയുടെ ഡ്യൂട്ടിയാണ്. ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് ദ PAC. ആ ഡ്യൂട്ടിക്ക് നിബന്ധനകൾ ഏർപ്പെടുത്താൻ സാധിക്കുമോ സർ? ഇതാണ് റൂൾ. പരിശോധിച്ച് പറയാമെന്ന് ഞാൻ പറഞ്ഞു. ഗവർണറുടെ അനുമതിയോടുകൂടി തന്നെയാണ്, ഇതേ ഗവർണറുടെ അനുമതിയോടുകൂടി തന്നെയാണ് ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ കൂടി വെക്കാനുള്ള അനുമതി അദ്ദേഹം നൽകിയ അടിസ്ഥാനത്തിൽ അതുകൂടി ഇവിടെ തെളിയിച്ചത്. അത് നമ്മൾ കണ്ടേ. വളരെ പെട്ടെന്ന് ഇതുപോലത്തെ ഒരു ഭരണഘടന അത് ഞാൻ പറഞ്ഞല്ലോ. ഇതിനു മുമ്പ് പാർലമെന്റോ ലെജിസ്ലേച്ചറോ ഒന്നും കാണാത്ത, കൈകാര്യം ചെയ്യാത്ത, ഇത് ചോർത്തിയതാണുള്ള ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയ ഈ പ്രശ്നം അങ്ങ് വളരെ വിശദമായി പരിശോധിച്ച് വളരെ വലിയൊരു റൂളിംഗ് കൊടുക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. യെസ്. ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം പാസ്സാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ പ്രമേയം സഭ പാസ്സാക്കിയിരിക്കുന്നു.